അമ്മേ. സാറിന് എന്താ വേണ്ടേ? ഒരു ചായ. കാലിച്ചായ മാത്രം മതിയോ? കഴിക്കാനൊന്നും വേണ്ടേ? കഴിക്കാനൊന്നും നേരമില്ല. 10 മണിക്ക് ഒരിടത്ത് പോവേണ്ടതാ. സാറിന്റെ മുഖം കണ്ടാൽ അറിയാലോ നല്ല വിശപ്പുണ്ടെന്ന്. ഇവിടെ താമസമൊന്നുമില്ല. പെട്ടെന്ന് കിട്ടുന്ന എന്തുണ്ട്? മസാല ദോശ, നെയ് റോസ്റ്റ്, ഊത്തപ്പം, ഉഴുന്നുവട, പപ്പടവട, കാരവട, അപ്പം, ഇടിയപ്പം, മണിപ്പൂട്ട്, ചപ്പാത്തി, പൊറോട്ട, കൊഴുക്കൊട്ട, ആട്, മാട്, പോത്ത്, പന്നി, കടല, കൊടല്. പോരട്ടെ? ഇടിയപ്പവും പോരട്ടെ? ആട്ടിറച്ചി. ആ, അത് രണ്ടും നല്ല ചേർച്ചയാ. പക്ഷെ ഇടിയപ്പം പെട്ടെന്ന് മരിച്ചു. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞതോ? പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ പോവില്ലേ? എന്നാ പുട്ടും കട എന്താ? എന്റെ ഈശ്വര, അതും ഇല്ലേ? ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ആ, അതെ, ഒരു ചായയും കുടിച്ചിട്ട് കുറെ നേരമായില്ല സൊള്ളാൻ തുടങ്ങിയിട്ട്. ഇത് കോളേജൊന്നല്ല, ഹോട്ടലാ. എനിക്ക് ആ ഇണക്കിളിയിൽ വന്നിരിക്കുന്നു. എന്നെ കാട്ടാളിനാക്കല്ലേ. എന്താ വടയോ? വട ഞാൻ ചോദിച്ചില്ലല്ലോ. പുട്ട് കുറ്റിയിൽ തള്ളി ഇറക്കാൻ യൂണിയനിൽ നിന്ന് 2 ആളെ വിളിക്കാൻ പോയിരിക്കുക. യൂണിയൻകാർ തമ്മിൽ ഭയങ്കര വഴക്കല്ലേ? അത് അവരുടെ അവകാശമല്ലേ? സാറ് വട കഴിച്ചാട്ടെ. യൂണിയൻകാർ ഞാൻ ശരിയാക്കി തരാം. ഒരു കടി തരട്ടെ? അല്ല, കടിക്കാൻ എന്തെങ്കിലും തരട്ടെ എന്ന്. ചായ മാത്രം മതി. എന്നാ പിന്നെ കുടലെടുക്കട്ടെ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ കുടലെടുക്കുന്നു. അയ്യോ, ഇവിടെ നല്ല ഒന്നാന്തര ആടിന്റെ കുടല് കറി ഉണ്ടെന്ന് അത് എടുക്കട്ടെ എന്ന്. അത്രേ ഉള്ളു. അത് ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, നാരായണൻകുട്ടി, എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കും. സ്റ്റേജിലുണ്ട്. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കണം. കൈ എവിടെ? കയ്യല കാല്. കൈയായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ? കാലെവിടെയെന്ന് ആണുങ്ങൾ സ്റ്റേജിൽ കയറ്റരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടോ മാറി എന്റെ എല്ലാ ഗോപാലൻകുട്ടി ഒന്ന് എഴുന്നേറ്റ്. എന്ത് കുട്ടിയല്ലേ എഴുന്നേറ്റ് കിട്ടുമോ? മെല്ലെ മെല്ലെ. ഇനിതാ ചാടല്ലേ. കൊടുത്തേ. ഒരു സെക്കൻഡ് ഡേവിഡ്, ഒരു ഫോട്ടോ എടുത്തേ. കൊടുത്തേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല. നിങ്ങളൊക്കെ ഒരേ ലാംഗ്വേജുകാരാണോ? മറാഠി, ഗുജറാത്തി, തമിഴ്, ഹിന്ദി. ഞാൻ വേറൊന്നും ചോദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതേ മദർ ടങ്ങിൽ റിപ്ലൈ തരാം. എന്താ തമ്മിൽ ഒരു പൊട്ടം കളി? അല്ല, ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക. പിടികിട്ടിയില്ല? ഇല്ല ഇല്ല. സുല്ല്, ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർ ടങ് എന്താണ്? ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. അപ്പൊ ഇതൊന്നും വേണ്ട. അല്ല, ഇതൊക്കെ എന്താണ് മനസ്സിലായില്ല? എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് 3 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാനാണ്. ഇത് 5 വയസ്സിന് മേൽ, ഇത് 8 വയസ്സിന് മേൽ. കുട്ടി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്കാം. ഇത് ജാക്കിയാ. എന്നിട്ട് ഇതിലെ ഫീഡ് ചെയ്യുക. പേടിക്കണ്ട, ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാ. സ്റ്റെബിലൈസ് ചെയ്യേ? അതെ.
കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ടെറ്റ്നസ് വരും. ഇതൊന്നും അറിയില്ലല്ലേ? എന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇതാണ് കുട്ടികളുടെ ജീവിതത്തിലേക്കുള്ള വഴിത്താര. ഈ ഉപകരണം 10 വയസ്സിന് മേലുള്ള കുട്ടികളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയുക, മറ്റുള്ളവരുടെ ഭക്ഷ്യസാധനം കയറി തുപ്പുക. അങ്ങനെ ചെയ്താൽ ഈ വളയം അടുപ്പിലിട്ട് നന്നായി പഴുപ്പിച്ച് അപ്പൊ ചോക്കും. കുട്ടിയെ തിരിച്ചു നിർത്തി ആൺകുട്ടിയാണെങ്കിൽ ടൗസർ ഊരുക, പെൺകുട്ടിയാണെങ്കിൽ ഉടുപ്പ് വെക്കുക. എന്നിട്ട് ചന്തിയിൽ പതുക്കെ ഇങ്ങനെ വെക്കുക. ഇവിടെ അമ്മമാര് ദോശ ഇടുന്ന പോലെ ശബ്ദം കേൾക്കും. പിന്നെ ആ കുട്ടി ലൈഫ് ലോങ്ങിൽ ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയോ മറ്റുള്ളവരുടെ ആഹാര പദാർത്ഥങ്ങൾ തുപ്പുകയോ ചെയ്യുന്നതല്ല. ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണോ കുട്ടി? അല്ലല്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാണ് കുട്ടി? അകത്താ. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കുറച്ച് വഴി തരൂ. താങ്ക് യു. രണ്ടാളെടുത്തോളൂ കേട്ടോ. കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. ഇങ്ങിനി. ഉദാഹരണത്തിന് അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കല്ലെന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യരുത്. എല്ലാവരോടും ഞാൻ പറയാം, ബാർഗെയിൻ ചെയ്യരുത്. ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചുണമല്ലോ. അതേ ശരിയാക്കി തരാം. മോളെ കിങ്ങിണി. മോളെ കരയല്ല 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 കരയല്ല. മോളെ കിങ്ങിണി. കരയല്ല കരയല്ല കരയല്ല. മോളെ കരയല്ലേ. പിന്നെന്താ മോന്റെ പേരെന്തെന്നാ? കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. അത് തന്നെയാ, ഞങ്ങൾക്ക് അത്രയൊക്കെ പഠിപ്പേ ഉള്ളേ. കൃഷ്ണമൂർത്തി എന്ന് പറയാൻ MA വരെ ഒന്നും പഠിക്കണ്ട, നാക്കൊന്ന് പഠിച്ചാ മതി. എന്താ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നാക്കൊന്ന് പഠിച്ചാ മതി. നാക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്, ചാക്ക് പിടിക്കാനാ. ചാക്ക് ഞാൻ പിടിക്കാല്ലോ. ഞാൻ സ്വാമി, ദേ ഞാൻ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ദേ ഇതൊക്കെ ആ പെണ്ണിന്റെയാ. ഇതൊന്നും എടുത്ത് പുറത്ത് വെച്ചേക്ക്, ആ പെണ്ണെടുത്തും തോക്കുള്ളൂ. വേണ്ട വേണ്ട വേണ്ട, ആ പെണ്ണ സാധനമൊക്കെ താഴെ എടുത്ത് കൊടുത്താൽ മതി. ജോസഫേ, ജോസഫേ, വാടോ. നിങ്ങോട്ട് വാടോ, വന്നൊന്ന് ഊതാൻ. നിങ്ങോട്ട് വരാൻ. ഈ സാമിയാണ് കൊള്ളാലോ. വന്ന് 10 മിനിറ്റ് ആയിട്ടില്ല, അതിനു മുമ്പ് എന്താ അത്രമ ഇയാളി കാണിക്കണേ? ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാനതുകൊണ്ട് ഓക്കെ, വേറെ വല്ലതാണെങ്കിലും. അയ്യേ, നീയാ? നീ എന്തിനോട് വന്നു? അതുകൊള്ളാം, കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം? സഹായിക്കാൻ തന്നെ ആരാ വിളിച്ചത്? ഞാൻ ജോസഫിനല്ലേ വിളിച്ചത്? അയ്യേ, ഈ വാതിലാണ് അടച്ചത്. ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ. എടോ, താനിവിടെ എന്ത് നോക്കി നിൽക്കായിരുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? എടോ, ഈ പെണ്ണ് ആരുമില്ലാത്ത തക്കം നോക്കി അകത്ത് കയറി കഥ അടച്ചു. ദേ, അനാവശ്യം പറയരുത്. അങ്ങനെ തക്കം നോക്കി വന്ന് കയറുന്നൊന്നുമില്ല. സാമി വിളിച്ചാ ഞാൻ വന്നത്. കുഴപ്പമില്ല, ഈ പ്രായത്തൊക്കെ ഉണ്ടാവും. എന്ത് കുഴപ്പമില്ലെന്ന്? കൺമഷി കൺമഷി കൺമഷി. ഓടോ, അവളാ വന്നത്, സത്യം. അവളാ കയറി കഥ അടച്ചത്. കഥ കടച്ചത് അവളല്ല, ഞാനാ. ആരും വന്ന് കാണാന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വം അടച്ചതല്ലേ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കൽക്കട്ട തനിക്ക് എന്തായിരുന്നു പണി?
താൻ ഇവിടെ വന്ന് എന്റെ അസിസ്റ്റന്റ് വിളിക്കാതെ മാമ പിടിക്കോ? വൃത്തിയോട് പറയരുത്. തനിക്ക് വൃത്തിയാണ് കാണിക്കല്ലേ? വൃത്തിയോട് എനിക്ക് ഞാനല്ല സ്വാമിയല്ലേ, അത് മറ്റുള്ളവർ കാണ്ടാർന്ന് എഴുതി ഞാൻ കഥ അടച്ച് കുത്തിയിട്ടു. അതെന്താ വലിയ കുറ്റം? ഞാനെന്ത് കണ്ടതാ? എന്ത് കണ്ടു? ഓ ഉമ്മൂച്ച് കളിക്കുക. അയ്യേ, മര്യാദക്കണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താൻ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ബംഗാളിലേക്ക് പോകണം. വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കം പോലെ ഒരു സ്വാമിയും കൂടി ചീത്തയാവണേ? ഓ അത് ശരി, തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടണം, അതിനുള്ള അടവാണല്ലേ? പറഞ്ഞു വിടാം മതി. ഇടോ ചത്താലും ശരി, തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടില്ല. അങ്ങനെ താൻ രക്ഷപ്പെടണോ കെ ജോസഫേ? അപ്പോഴേ എന്താ എന്താ രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഏ? എന്തിനാ? എനിക്കിവിടേക്ക് ഒന്ന് തൂത്തു വരണം. ഓ, മനസ്സിലായടോ? തൂത്തുവായിരിക്കും കുട്ടി. അയ്യേ അയ്യേ ഉം? അയ്യേ, എന്തീ കാണിക്കുന്നേ? ഇവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല. അഴിച്ചിട്ടേ. ഇതെന്ത് പാടാ? എനിക്ക് തൂത്തു വരണ്ടേ? തൂത്ത് വരുന്ന ചൂലും ഉണ്ടല്ലേ, അല്ലാതെ കാലും ഉണ്ടല്ലോ. ഇങ്ങനെ ഞാൻ തൂത്ത് വരിക്കണം. പെണ്ണു പോയെ. അയ്യേ, ഈ സ്വാമി എന്താ ഇങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ? കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണാത്ത ഒന്ന് എന്നെ കാണിക്കണ്ട. ആ ചൂലിങ് തന്നേര് സ്വാമി, ഞാൻ തൂത്തോളാന്നേ. കുട്ടി എന്തിനാ നിർബന്ധിക്കണേ? സ്വാമിക്ക് കൊതിയായിട്ടല്ലേ സ്വാമി തൂത്തോട്ടെ. അത് ശരി. ആഹാ, ഇത് പിടിച്ചേ. പിടിക്കണോ? എന്താ? അടിച്ചു വാരാൻ. ഇങ്ങോട്ട് വന്നേ. ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. എന്താ ഹാ, എന്താ എന്താ ഇവിടെ തന്നെ ആരോടെ വിളിച്ചു? പോയി നോക്കണോ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് നോക്കാൻ. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോടിപ്പൊടി കയറി പോരുത്. പോളിയിൽ ഈ ഷോയെ പറഞ്ഞ പോലെ അവള് തുണിയിലാണ്ട് ഓടുവോ? ഓടനെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചെന്ന് പറയണോ? അവിടെ നടക്കും. അതൊക്കെ മോശല്ലേ? ഓടോ. ലിസൺ ടു മീ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ, കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ആഹാരമൊക്കെ കൃത്യസമയത്ത് കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗിയും വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. പിന്നെ എഴുതാൻ വിട്ടുപോയി, 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? എന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ കൊണ്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ. കെട്ടിപ്പിടിക്കില്ല സാറേ. മോളെ ആര്യപുത്രി, കരയല്ലടി പൊന്നെ. ഇങ്ങിട്ട് കുജാര ഇങ്ങിട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടി കുട്ടി കിടന്ന് കരയുന്നുണ്ടല്ലേ? അതേ കരയാണ്. അതുകൊണ്ടല്ലേ പാട്ടുപാടി ഓർക്കണേ. നിങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ ഇങ്ങോട്ട് തന്നു.
എനിക്കൊരു മേറ്റർ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്താ എനിക്കിവിടെ എന്ത് ജോലി? തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ബാർഗെയിൻ ചെയ്യാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ പരിപാലനത്തിൽ വേറൊരാൾ കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? കുട്ടിയെ ശിശുപാലിന് വിട്ടുതരൂ. എനിക്ക് കുട്ടിയെ താരാട്ട് പാടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അതൊരു ശീലമായി പോയി. രാത്രി ഇവിടെ കിടന്നോട്ടെ. ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ ഇത് HMTയോ അപ്പോഴോ ടയേഴ്സോ ഒന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തോഷിബാൻ എന്തെങ്കിലും FH പൊക്കോളൂ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പൊക്കോ. ഇയാൾക്കെന്താ ഭ്രാന്താണോ? ഞാൻ നല്ലൊരു താരാട്ട് പാടിയിട്ട് ഈ കൊച്ചിനെ ഉറക്കാൻ പോവാണ്. അതിലിനി ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശഗുണമാണു ഞാൻ, ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കിങ്ങിണി, കല്ലെറിയല്ലേ കരിങ്കല്ലെറിയല്ലേ, കരിങ്കല്ലുകൾ കൊണ്ടെന്നെ എറിയാലാം. കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലേ? താങ്കൾ ഉറങ്ങുക. ആ കുട്ടി കുറച്ചു നേരം അവിടെ കിടന്ന് കരയട്ടോ. എനിക്ക് ആ കരച്ചിലായിട്ടല്ലേ ഉറക്കം വരുള്ളൂ. അതങ്ങനെ ഒരു ശീലായി പോയി. കഷ്ടം കേട്ടാ. ദേ, ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. നിങ്ങൾ ഉറങ്ങിയിട്ട് കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാ? കിങ്ങിണി കിങ്ങിണി നിന്റെ അമ്മൂമ്മ. ദേ ഇവിടെ എഴുതിട്ടിരിക്കണല്ലേ കിങ്ങിണി അമ്മൂമ്മ. ഞാനിപ്പോ ഉറങ്ങാൻ എന്താ ചെയ്യാ? കീ കൊടുത്ത കരണ് ഒരു പാവം കൂടി കിട്ടാനില്ല. ഓരോരോ ശീലങ്ങൾ വന്ന എന്താ ചെയ്യാ? ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരുമെന്ന് താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പൊ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു ഭാഷകളൻ. വെറുതെ അല്ലടി നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. എല്ലാ വീടും ഒരുപോലെ ഉണ്ടല്ലോ, എങ്ങനെയാ ഒന്ന് തിരിച്ചറിയാ? നിർത്തേ ചോദിച്ചിട്ട് പോവാ. സ്വാമി ഒന്നും കൂടെ നോക്കിയേ. എന്താ? ഈ കൃഷ്ണമൂർത്തിയുടെ വീടറിയോ? കൃഷ്ണമൂർത്തി, ജി കൃഷ്ണമൂർത്തി. കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൈറ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ കൃഷ്ണമൂർത്തി അല്ലേ? 4 ലക്ഷം ശമ്പളം, കമ്പനിക്കാർ, ഡ്രൈവർ, ക്വാർട്ടേഴ്സ്, ഇതൊക്കെയുള്ള കൃഷ്ണമൂർത്തി അല്ലേ? ഇറങ്ങി വന്നോളൂ. അവൻ എന്റെ മരുമകൻ ആണോ? എവിടുന്നാ? ഞാനും കൽക്കട്ട കമ്പനിന്നാ. ആഹാ. എന്റെ പേര് ജോസഫ്. കൃഷ്ണമൂർത്തി സ്വാമിയെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. അതിനെന്താ വിഷമം? ഡേ കൊഞ്ചം എങ്ക വാടാ. എന്നപ്പാ? കൃഷ്ണമൂർത്തി സ്വാമി, അയ്യോ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ. അയ്യോ, എന്റെ സ്വാമി എന്നെ രക്ഷിക്കണം. അയ്യോ സ്വാമി അവിടെ നിൽക്ക് സ്വാമി. എന്റെ സ്വാമി എന്നെ രക്ഷിക്കണം. എടോ, എടോ, താൻ എന്തായി കാണിക്കാൻ? കാര്യം പറയാനാണ്. അതിന് ഇവൻ കൃഷ്ണമൂർത്തി അല്ല. അയ്യേ, പിന്നെ ഇതെന്തത്? ഇതെന്റെ മകൻ പട്ടാഭി രാമൻ. കൃഷ്ണമൂർത്തി, എന്റെ കൃഷ്ണമൂർത്തി സ്വാമി എന്നെ രക്ഷിക്കണേ. എന്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ. അയ്യോ ഞാൻ വിടില്ല. ഒവ്വൊരുത്തൻ കാലിൽ വീണിട്ടേ പറഞ്ഞാൽ കേട്ടാ കൂടെ വേല പാക്കവനാക്കുന്നു. കൊച്ചിയിൽ കൽക്കട്ട കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്വാമിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട ആളാ ഞാൻ. പേര് KK ജോസഫ്. ഓ അത് ശരി. ഇതാ സ്വാമിയുടെ കൂടെ കൊച്ചിയിലേക്ക് വരാൻ പോണ അമ്മ. അതെ. എന്റെ അമ്മേ. ഇയാൾക്ക് എന്താ വേണ്ടേ? സ്വാമിയുടെ വന്നേ. എന്നടാ മൂർത്തി, എന്നാ ഇതല്ല? ഒന്നുമില്ല പട്ടാവി, നീ അമ്മയെ കൂട്ടിട്ട് പോ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? മൂർത്തി, ഒന്നുമില്ല മാമി, ഒന്നും നടക്കാതെ വാങ്ങോ. സ്വാമിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത്? ആ. അപ്പൊ ദയവേത് സ്വാമി ഈ ജോലിക്ക് വരരുത്. ഈ ജോലിക്ക് സ്വാമി വരരുതെന്ന്. ഈ ജോലി സ്വാമിക്ക് പറ്റില്ല. പറ്റില്ലേ? എന്താ പറ്റില്ല? ഈ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും സാമ്പാറും ഒക്കെ കഴിച്ചു കഴിയുന്ന ഒരു സ്വാമിക്ക് പറ്റിയ പണിയല്ല ഇത്. ആ സ്ഥലം ഏതാണെന്നറിയോ? വിയറ്റ്നാം കോളനിയാണ്. വിയറ്റ്നാം കോളനി. എന്ത്? വിയറ്റ്നാം കോളനിന്ന്. വിയറ്റ്നാം കോളനിയാ? ഈശോയെ, വിയറ്റ്നാം കോളനിന്ന് കേട്ടിട്ടില്ലേ? പറവൂർ റാവുത്തർന്ന് കേട്ടിട്ടുണ്ടാ? ഇരുമ്പു ചോർന്ന് കേട്ടിട്ടുണ്ടാ? കണ്ണസ്രാങ്കെന്ന് കേട്ടിട്ടുണ്ടാ? വട്ടപ്പള്ളിന്ന് മല്ലയ്യാന്ന് കുഞ്ഞാപ്പിന്ന് കേട്ടിട്ടുണ്ടാ? 8ഉം 10ഉം കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഇനി ആരാ കൊല്ലേണ്ടെന്ന് ചോദിച്ചു നടക്കുന്ന പിശാചുക്കളാ അവര്. അവന്മാരെയൊക്കെ കുടിയൊഴിപ്പിക്കാനാ കമ്പനി സ്വാമിനെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അവിടെയാണ് സൈറ്റ് ഓഫീസ് ഓർക്കേണ്ടതും കൺസ്ട്രക്ഷൻ നടത്തുന്നതും. എന്താ പോണോ പറ.
സൈറ്റ് ഓഫീസ് പോയിട്ട് കമ്പനിയുടെ ഒരു മുട്ടുസൂചി അതിനകത്ത് തറക്കാൻ അവന്മാര് സമ്മതിക്കില്ല. പിന്നെയാണ് കൺസ്ട്രക്ഷൻ, ഒന്നും മനത്തിക്കളെ അവന്മാര്. സ്വാമി ദയവേദി ജോലിക്ക് വരരുത്. സ്വാമി വന്ന സ്വാമിയുടെ കൂടെ എന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടതായിട്ട് വരും. ഭാര്യയും 3 മക്കളുള്ളവനാ ഞാൻ. എന്റെ കാര്യം പോട്ടെ, സ്വാമി അവരെ വയ്യാതാരാക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി സ്വാമിയുടെ ഇഷ്ടം. ജോസഫ്, 10-15 കൊല്ലം ബംഗാളി കിടന്ന് കഷ്ടപ്പെട്ടവനാ ഞാൻ. ഒടുക്ക അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാ ഇങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയത്. അത് ഇങ്ങനെയുള്ള നരകത്തിലേക്കാതിരുന്നെങ്കിൽ ബംഗാളിൽ ഞങ്ങൾ കൂട്ടിട്ടാ പോരായിരുന്നു. ഇങ്ങനെയുണ്ട് രാജ്യം. താൻ വന്നുല്ലേ? സോറി, വരാണ്ടിരിക്കാൻ മാക്സിമം നോക്കിയതാണ്, പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ട് തന്റെ മനസ്സലിഞ്ഞില്ല അല്ലേ? അലിഞ്ഞതാണ്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും കട്ടിയായി പോയി. എടോ ജോസഫേ, താനല്ലേ പറഞ്ഞത് ഇവിടെ വലിയ ബഹളോ പ്രശ്നമോ ഒക്കെ ഉള്ള സ്ഥലമാണെന്ന്? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം. അതൊക്കെ ഇവിടെ റാവുത്തർ എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു. അവൻ അകത്തായത് കൊണ്ടാ. അവനൊന്ന് പുറത്തിറങ്ങട്ടെ, അപ്പൊ തുടങ്ങില്ലേ വെട്ടും കുത്തും ബഹളമൊക്കെ. എത്രയായി? ഒരു 20 പേരെങ്കിലും അവൻ തട്ടി. എത്രയായി? 30 രൂപ. 30 രൂപ? ഇവിടെ വരാൻ 30 രൂപ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോകാനോ? 20 രൂപയ്ക്ക് എറണാകുളത്തിന് പോവാം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ 30 രൂപ വേണം. വേറെ ആരും കൂട്ടി വിളിച്ചിട്ട് വന്നില്ലല്ലോ. ഇത് തന്നെ അതിന്റെ കാര്യം. 10 രൂപ വരും. 10 രൂപ വേണമെങ്കിൽ മേടിച്ചിട്ട് പോടോ. അങ്ങനെ പോയാൽ ശരിയാവാ. എന്റെ കാശ് തന്നിട്ട് പോടോ. കൈമ പിടിക്കേ, പിന്നെ കാല് പിടിക്കണോ? അപ്പൊ ഓട്ടോറിക്ഷക്കാരും പിടിച്ചു ചിലപ്പോ പിടിച്ചു പറിക്കും. നിന്നെ കൊണ്ട് ഈ പിടി പിടിക്കാൻ പറ്റുന്നു. ഇല്ല, വിടില്ല. നിന്നോട് വിടാൻ പറഞ്ഞ നിന്നെ ഞാൻ ശരിയാക്കി അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഇനി നിനക്ക് എത്ര രൂപ വേണം? 20 രൂപ അല്ലേ? ഇങ്ങോട്ട് വാ, തരാം. എന്താടാ എന്താടാ വേണ്ടേ? ഇങ്ങോട്ട് വാ, തരാം. ആ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീയൊക്കെ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോഴേ ഇവനൊക്കെ. ആ പേരെന്താന്നാ പറഞ്ഞത്? KK ജോസഫ്. അതല്ലടോ ആ സ്ത്രീയുടെ പേര്. അതൊന്നും എനിക്ക് മാധവിയമ്മ. മാധവിയമ്മ. അച്ഛനെ, ഇവിടെ ഈ മാധവിയമ്മയുടെ വീട്. ദൈവമേ, ഇത് ആരായത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ. അതെ, ഈ പട്ടാളം മാധവിയമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? പൊട്ടന. എവിടുന്നാ നിങ്ങളെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കാൻ. അയ്യോ, മാധവിയമ്മയാണോ? അല്ല, മാധവി അപ്പൻ. പോയി ചോദിക്കാൻ വേറെ ആരെയും കണ്ടില്ല അല്ലേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നേ? ആ റാവുത്തക്കാണോ പോയി ചോദിക്കുന്നതെന്ന്? ഏത് രാവുത്തര്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരാടാ നിങ്ങൾ? ചോദിച്ചത് കേട്ടില്ലേ? റാവുത്തമ്മ, ഇവര് വേറെ ആരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ, ഉണ്ണിമോളെ കാണാൻ വന്നതാ. പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ പോട്ടെ. പിശാച്ച്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഞാൻ എന്തിനാണോ പറഞ്ഞത് ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്? എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ? ഉണ്ടാവോ? ഇതത് തന്നെ. ഇത് ശരിക്കും പെണ്ണ് തന്നെ. ഇപ്പൊ എനിക്കും സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് സംശയമുണ്ടെന്ന്.
സ്വാമിയല്ലേ പറയേണ്ടത്, ഞാനെന്ത് പറയാൻ? നമ്മൾ അതിന് വന്ന് പറ്റുന്ന പറയണോ? പറയാം പറയാം. എന്താ പേര്? ഉണ്ണി. തന്നോട് പേരെന്നാളും ചോദിക്കാൻ പറഞ്ഞോ? സോറി. കാര്യം പറയടോ. പറയാം. അല്ല കാർന്നോരെ, ഏ? കാർന്നോരെന്തിനാ അവിടെ ഇരിക്കുന്നേ? ഏ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. ഉവ്വ. കാർന്നോർ ഇങ്ങോട്ട് പോരും. അവിടെ ഇരിക്കണോ? സ്വാമി ഇവിടെ ഇരിക്കും, ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഏയ്, അവിടെ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. ഇങ്ങോട്ട് പോരെ കാർന്നോരെ. അതെ, ആ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളുന്നേ. അയ്യ, അതല്ല, ആ ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല, പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. എരുമേലി പറഞ്ഞിട്ട്. ഇന്നലെ എന്താ ഇഷ്ടി അയക്കാഞ്ഞത്? യൂണിയൻകാര് സമ്മതിച്ചില്ല. എടോ, യൂണിയൻകാരല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്. ഞാൻ മാസാമാസം തനിക്ക് ആട്ടുംകാട്ടൊന്നുമല്ലോ പറക്കി തരണേ, കാശല്ലേ. ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാം. ശരി മുതലാളി. ആ ആരായി വന്നിരിക്കണേ? എന്താ ഇപ്പൊ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി 2 കരിക്കെടുത്തിട്ട് വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം ഉണ്ടോ? ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായി മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ, ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻകുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പൂട്ടി ഉണ്ടല്ലോ. ഉണ്ടാവും ഉണ്ടാവും. അത് നാരായണൻകുട്ടിക്ക് അറിയാലോ, അവനോട് ചോദിച്ചാ പോരായിരുന്നോ? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പൂട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്കറിയാവുന്ന അപ്പൂട്ടിമാരൊക്കെ ഇന്ന് തന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ, ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാർ എനിക്ക് വലിയ ഇഷ്ടാ. ശരി, നമുക്ക് കാണാം. കരക്ക് ഇനി ഒരു അല്ലേ? കരക്ക്. ആ അല്ല, താമരാക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ. എനിക്കിനി ധൈര്യമായിട്ട് ഉടുപ്പൂരാലോ. ഊരാ മുതലാളി. ആ അമ്മായിമ്മ പ്രസവിച്ചോ? അയ്യോ മുതലാളി പ്രസവമല്ല, മരിക്കാൻ കിടക്കുക. ആട്ടെ, എത്ര വയസ്സായി? 92 മുതലാളി. എപ്പോഴാ മരിക്കണേന്ന് അമ്മായിമ്മയോട് താൻ ചോദിച്ചോ? അയ്യോ അത് ഇവിടെ പണിയെടുക്കുമ്പോ ഇവിടെ പണിയെടുക്ക. ആ തള്ള മരിക്കുമ്പോ അവിടുന്ന് ആള് വന്ന് പറയും. ഇനി അമ്മായിയമ്മ പെട്ടെന്ന് തട്ടിപ്പോണെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ 2 ആഴ്ച പഴക്കമുള്ള പരിപ്പോടി ഇരിപ്പുണ്ട്, അത് ഒരെണ്ണെടുത്ത് കൊണ്ടു കൊടുക്കണോ. വയസ്സും പ്രായമൊക്കെ ആയിരുന്നു അമ്മായിയമ്മ അവന്റെ ഒരു പ്രസവവും. ആ തന്തയോട് അതിര് കവിഞ്ഞ ബഹുമാനം നിനക്കുണ്ടെന്ന് എനിക്കറിയാം. അതിന് ഇങ്ങനെ എഴുന്നേറ്റ് കാണിക്കണ്ട, മനസ്സിലുണ്ടായാ മതി. ഇരുന്നിരുന്ന് മൂട് കളിച്ചോണ്ട് എണീറ്റാച്ച. മൂഡ് കളയ്ക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ മൂഡ് മറക്കരുത്. ഇല്ല, മറക്കാതെ കൊണ്ടുവരാം. തന്തയോട് എതിര് പറയുന്ന തെണ്ടി. തലയിരിക്കുമ്പോ വാരാടണ്ട. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആട്ടിയാലല്ലേ വാലുണ്ടെന്ന് തല അറിയൂ. നീ ആള് കൊള്ളാമല്ലോ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? നീ എന്റെ മോൻ തന്നെയാ. ഇതെന്താ? താമരാക്ഷൻ തരാം. താമരാക്ഷന്റെ അറിയോ? അല്ല, താമരാക്ഷന് പകരം അച്ഛൻ 6 ദിവസം ഇവിടെ വേല ചെയ്തില്ലേ? ആ. അപ്പൊ അയാളുടെ കട്ട് ചെയ്ത 6 ദിവസത്തെ കൂലി. സാരഥി കുമാര, സാരഥി, അത്ര ഓളിയം വേണ്ട, കുറച്ച് സൗണ്ട് കൂട്ടി വെച്ചെന്നുള്ളൂ. അപ്പൊ കൃഷ്ണൻകുട്ടി ചെയ്യേണ്ടത്. അയ്യോ, കൃഷ്ണൻകുട്ടി അല്ല, നാരായണൻകുട്ടി. നാരായണൻകുട്ടി കൃഷ്ണൻകുട്ടി ആയതുകൊണ്ട് തന്റെ പപ്പടം ചെലവാവാണ്ടിരിക്കണോ ചെട്ടി. ആ അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ലിസ്റ്റ്. ആ മാധവൻകുട്ടി വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ തരുന്ന ആ കൊച്ചു മിടുക്കന്റെ കയ്യിൽ കൊടുക്കുക. അവൻ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കും. താനത് വിൽക്കുക, വളരുക, പടരുക, പന്തലിക്കുക, വേണമെങ്കിൽ കുറച്ച് പുഷ്പിച്ചോ, എന്താന്ന് വെച്ചാ ചെയ്യാ. പക്ഷെ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്താ അത്? എന്താ എന്താ? നന്ദി. ആ അതുണ്ടാവണം. ഈ കടവൽ ഇതൊക്കെ പറഞ്ഞ വളരെ ചെലവുള്ള കാര്യമായതുകൊണ്ടാ. അതെ, കുട്ടി മാത്രല്ല, ലോകത്ത് അശരണരായിട്ടുള്ള ആൾക്കാർ ഇനിയില്ലേ? അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ? ഒന്നും ഉന്തിത്തരും. വീഴലടാ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ഒന്നും ഉന്തിത്തരും. പിന്നെ താൻ വലിച്ചോ. ഉരുണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ. ആ അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞേ? എന്താ? നന്ദി. കുട്ടികൾക്ക് പഴം. ആ കുട്ടികളെ പഴത്തോളൂ. ഓ ചായ താൻ കുടിക്കേ. അയ്യോ വേണ്ട, താൻ കുടിക്കറോ, കച്ചവടമൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. കുറച്ച് പച്ചക്കറി. അയ്യോ, പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല. വെക്ക്. ആ പപ്പടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം. വെച്ചില്ലേ? ഡോറടക്കി. ചെട്ടി, പിന്നിൽ കറുത്ത ചെക്കൻ അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞേ.
ഇന്നലെ കാറിൽ വെച്ച് മുതലാളി സിറ്റിയിൽ വിൽക്കാനിട്ടിരിക്കുന്ന ലോഡ്ജ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇന്ന് മുതലാളി എന്താണാവോ ആലോചിക്കുന്നത്? നിന്റെ അമ്മയെ കെട്ടിക്കണ കാര്യം ഞാനിപ്പോ ആലോചിക്കുന്നത്. നടക്കൂല മുതലാളി. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ സാരഥി? മുതലാളിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം. നിന്റെ അമ്മയെ ഞാൻ കെട്ടിയ നീ എന്നെ അച്ഛാന്ന് വിളിക്കില്ലടാ. അച്ഛനല്ലാതെ പിന്നെ അളിയാന്ന് വിളിക്കാൻ പറ്റുമോ? പട്ടി തെണ്ടി ചെറ്റ് വണ്ടി തുരുത്തിക്കാട്ട് കവലിലേക്ക് വിടറാ. ശയന പ്രദക്ഷിണം വേസ്റ്റ്. എന്ത് പരിപാടി അച്ഛനെ കാണിച്ചത്? ഡ്രൈവർ കുട്ടപ്പ, വണ്ടി ഇങ്ങനെ വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നത് കാണാൻ നല്ല ശേല. പക്ഷെ തേയിന്ന് നിന്റെ കാലല്ല, എന്റെ ടയറാ. ഈ മാസം നീ ഇങ്ങനെ എത്ര ബ്രേക്ക് ഇട്ടു മോനെ? ആദ്യത്തെ ബ്രേക്കാ മുതലാളി. ആ, ഈ ബ്രേക്കിന് നിന്റെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ ഞാൻ പിടിക്കും. ഒരു ടിക്കറ്റ് എടുത്തേ. ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ടിക്കറ്റ് എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം ശുഭം. കിളികുമാരൊന്ന് മാറിയെന്നേ, ഞാനൊന്ന് കയറട്ടെ. ആ ടിക്കറ്റ് എടുത്ത സഹോദരന്മാരൊക്കെ കൈ ഒന്ന് കാണിച്ചേ. കൈ നോട്ടക്കാരനാണോ? കൈ നോക്കാനല്ലടോ, ടിക്കറ്റ് ചെക്ക് ചെയ്യാനാ. ഇതേതാ ഈ നരകം? പൊന്നു മോനെ രമണ, നീ എങ്ങനെ ഇതിനകത്ത് കയറിയത്? അത് ചെക്ക് ചെയ്യാൻ ഞാൻ. കഴുതേ, നിന്നോട് ആരോ പറഞ്ഞത് ഇതിനകത്ത് കയറി ചെക്ക് ചെയ്യാൻ? നാണക്കേടായി പോയല്ലേ മോനെ. നിയന്ത്രണം വിട്ടപ്പോ അച്ഛൻ അറിയാതെ പറഞ്ഞതാ മോനെ, നീ ക്ഷമിച്ചു കളാ. ഇന്ന് കാലത്ത് 3-ാം നമ്പർ ബസ് ചെക്ക് ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ അച്ഛാ. പിന്നെ നീ എന്നോട് കാട്ടുപോത്ത് ഇതിനകത്ത് കയറി? മോന് കാണേണ്ടത് ആരെങ്കിലും ഈ ബസ്സിനകത്ത് കയറിക്കാം. അല്ല, ഞാൻ എന്റെ മോനോടല്ലേ ചോദിച്ചേ. അതിന് നീ സമാധാനം പറയാന്ന് വെച്ചാ നീ എന്റെ മോനാ? അത് അച്ഛൻ അറിഞ്ഞില്ല കേട്ടോ. ആ ടിക്കറ്റ് എടുത്തേ. അയ്യോ, ഞാൻ ടിക്കറ്റ് എടുത്തില്ല. അതെന്താ? കണ്ടക്ടർ അളിയനാ ഞാൻ. ആ, കണ്ടക്ടർ മോനോട് വന്നേ വാ. അതെ, നീ ഇവന്റെ പെങ്ങളെ കെട്ടിയപ്പോ ഇവന് വെറുതെ വണ്ടി കയറ്റാന്ന് വാക്ക് കൊടുത്തുണ്ടോ? അയ്യോ ഇല്ല മുതലാളി. ഈ കാശ് നിന്റെ ശമ്പളത്തിന് ഞാൻ പിടിക്കും. ആ, ഇനി ഡ്രൈവറുടെയോ കിളിയുടെയോ അളിയന്മാരോ ചിറ്റപ്പന്മാരോ ആരെങ്കിലും കൈപോക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം മുതലാളി? കാറിൽ വെച്ചിട്ട് ഫോളോ ചെയ്യട്ടാ? നിന്റെ മൂത്രത്തിൽ പെട്രോൾ ഉണ്ടോ സാരഥി കുമാര? പെട്രോളോ? പരിശോധിച്ചാ കുറച്ച് പഞ്ചാര ഉണ്ട്. എന്നാ അത് നുണഞ്ഞോണ്ട് നീ ഇവിടെ തന്നെ നിന്നാ മതി. ഈ ബസ് ഇതിലേ തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം. എന്നാ പിന്നെ പൊന്നുമ ഇവിടെ ഇറങ്ങില്ലേ നല്ലത്? എവിടേക്കല്ലേ പൊട്ടം നോക്കണം. ഇവിടാ. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാട് നിവാസികളും ബ്രൈറ്റ്മെൻ സംഘങ്ങളും ഇങ്ങോട്ട് വരൂ. ഞാൻ പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത്. ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നരേന്ദ്ര, നമുക്ക് ആണുങ്ങൾക്ക് വേറെ എടുക്കാം. ഇത് കണ്ടശ്രീ ലാസർ മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു. നിലം പതിച്ചു. ചെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാക്കാനുള്ള ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിധിയായ റൊമാൻസ് കുമാറിനെ ഒരു നാരങ്ങ കൊടുത്താരെങ്കിലും. ഇമവെട്ടാ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇമവെട്ടാ മത്സരം പങ്കെടുക്കുന്നവർ സർവശ്രീ ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഇമവെട്ടാ മത്സരം? ഇമവെട്ടാ മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ എനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണ കൊരങ്ങ. ഈ ഇമവെട്ടാ മത്സരം എന്ന് വെച്ചാൽ ഇമ വെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണട ഇനാമായി നൽകുന്നതാണ്. ഇമവെട്ടാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജന്തനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഈമ വെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മേനോൻ, നയന മനോഹരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മേനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയില്ല. മിസ്സിസ് മേനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മേനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ് സുഹൃത്തുക്കളുടെ. മിസ്സിസ് മേനോൻ ഔട്ടായി. ഇതാ മിസ്സിസ് മേനോൻ ഔട്ടായിട്ടും പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് ബ്രൈസ്മാൻ ക്ലബിന്റെ നെടുംതൂണായ ശ്രീമാൻ ലാസർ മുതലാളി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമവെട്ടാ മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അചഞ്ചലമായ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല. പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയാണെങ്കിൽ കരയണ വിവരം പറയട്ടോ. കണ്ണീറ്റവും കരയണോ? കരയല്ല. അത് പറ. കണ്ണീറ്റ് കണ്ണ് കൊങ്ങണ്ണായി പോവും. ഞാൻ കരയല്ല. അത് പറ, സത്യം പറ. അമ്മ സത്യമായിട്ട് നേര് പറയണം. ഈ കണ്ണീറ്റായി പോവും. കരയണ വിവരം പറയട്ടെ. ഞാൻ പറയാം. അദ്ദേഹം തോറ്റു പിന്മാറിയതല്ല, അദ്ദേഹം ധൈര്യപൂർവ്വം വാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോദായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യമുണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനോട് അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പുറത്തേക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം ഔട്ടായി. റൊമാൻസ് കുമാരൻ ഔട്ടായിട്ടും ഒന്നാമനായി പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ നാരായണൻകുട്ടി ഇതാ തന്റെ സുന്ദരമായ നയനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി. മിസ്മറിസമോ ഹിപ്നോട്ടിസമോ ഒന്നും ലാസമോയുടെ കയ്യിൽ കാലുകൊണ്ട് അവിടെ ഒരു പ്രശ്നമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ നാരായണൻകുട്ടി ഒരേ പോയിന്റിലേക്ക് നോക്കി. ഒന്ന് അനങ്ങി നടക്കണോ മാപ്പിള നിന്റെ അപ്പൻ. അയ്യോ, എന്താ അനങ്ങി നടക്കണതാ സ്വാമിയേ. പൊന്നുണ്ണി വാവോ പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അതന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ടെന്ന് എന്റെ മേത്ത് ചവറ് കൊണ്ട് കൊട്ടിട്ട്. കൊട്ടിയിട്ടാ? ആര് കൊട്ടിയിട്ടു? സ്വാമി എന്നെ. ഞാനാ? അഭിനയിക്കണ്ട. ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. തന്നോട് ആരാ പറഞ്ഞു പണി ചെയ്യാൻ? സ്വാമിയല്ലേ പറഞ്ഞിട്ട് ചവറ് കൊണ്ട് പുറത്തിടാൻ പെണ്ണിന്റെ പുറത്താണ് കൊണ്ടിരുന്നത്. ഉണ്ണി, എന്താ ഇത്? എന്റെ ഉണ്ണി, നീ എന്ത് കാണിച്ചാ വന്ന് നിൽക്കുന്നത്? എന്നോടല്ല, ദേ അമ്മയുടെ വാടാക്കാരോട് ചോദിക്കും. ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ അവരെന്താ കാണിച്ചെന്ന്. എന്റെ ദൈവമേ, എന്താ സ്വാമി ഇത്? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? വെറുതെ ബഹളുണ്ടാക്കലിന്ന് നടന്ന് ഇനി നിങ്ങളെ അനുസരിച്ചിട്ട് നാട്ടിക്കണ്ട. ഇലയെന്ന് മുള്ളിന് വീണാലും മുള്ളു എന്ന് ഇലയിൽ വീണാലും കേട് നമ്മൾ ഈ മരത്തിനാണ്. അത് നിങ്ങൾ ആലോചിച്ചോളൂ. അതിനിപ്പോ ആരെവിടെ ഇലയിലും മുള്ളി? അതെ, അബദ്ധവശാൽ ഇയാള് ചവറ് കൊണ്ടിട്ടത് ആ കുട്ടിയുടെ ദേഹത്തായി പോയി. ഖേദമുണ്ട്. അയ്യോ, അത്രേ ഉള്ളോ? എന്ത് അത്രേ ഉള്ളോന്നോ? എന്റെ ഉണ്ണി, നിനക്കെന്താ? കുറച്ച് വെള്ളം കൂടെ കോരി കുളിച്ചാ പോരെ? അത് തന്നെ, അതിനായി ഏപ്പറത്തിന്റെ പോസ്റ്റർമാരിങ്ങനെ നിൽക്കണ്. വൃത്തിയായിട്ട് വെള്ളം കോരി കുളിച്ചാലും മോളെ. ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ. അതിപ്പോ ഇവര് കോരി തരണം. 20 ബക്കറ്റാ? എന്നാ പിന്നെ എന്തിനാ കോരി ബുദ്ധിമുട്ടണേ? കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ? മതി. താൻ പോയിട്ട് ഒരു 20, 25, 30 ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ. അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സ്വാമി ഒഴിയാൻ നോക്കണ്ട. ഇത് മുഴുവൻ സ്വാമി തന്നെ കഴുകി തരണം. എന്ത്? എന്നെ കുളിപ്പിച്ച് തരണോന്ന്. അതിനെ വേറെ ആളെ നോക്കണം. അപ്പൊ സ്വാമി വേറെ ഇടം നോക്കിക്കോ താമസിക്കാൻ. എന്നെ കുളിപ്പിച്ച് തരാണ്ട് സ്വാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട. സ്വാമി
അവള് പറയുന്ന പോലെ ഒന്നും കൂടെ കേട്ടേക്ക്, ഇല്ലെങ്കിൽ അവള് സമ്മതിക്കത്തില്ല. ഒന്നും വിചാരിക്കണ്ട സ്വാമി, ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചു കുട്ടിയായിട്ട് കരുതിയാ മതി. പറഞ്ഞത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. ക്രിസ്ത്യാനിയാണല്ലേ? എന്തിനാ പിടിച്ച് കുശുമ തറക്കാനാ? ഒന്ന് പോത്തള്ളേ, മനുഷ്യന് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ മാമോയിച്ച കണക്ക് ചോദിക്കണേ. പ്രാന്ത് പിടിച്ചെങ്കിൽ ആശുപത്രി പോയി കിടക്കണോ? അത് ശരി, അപ്പൊ തള്ള ചെല്ലുന്ന കാര്യല്ല. അല്ല. മുണ്ടും ചട്ടിയെടുത്ത് ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ വേണ്ടി നടക്കല്ലേ? ഒന്ന് പോടോ. പോടോ നിന്നെ ഞാൻ അലക്ക് ഞാൻ. എന്നാ ഇതും കൂടെ അലക്ക്. എന്നാ അറിയില്ല. ഒന്നേ തുടങ്ങിക്കോ. ഇതെന്താ ഒരു കർട്ടൻ? നാടകം കളിക്കാൻ എന്താ കാണണോ? പോയി എളുപ്പം കൊണ്ടോടോ. ഇരുപത്തഞ്ച്. 25 കേട്ടോ. ആ മതി, ഇനി നിർത്തിക്കോ. ദേ നിക്കണു. ഇതെന്താ ഡബിൾ ആക്റ്റാ? സ്വാമി, അപ്പൊ സ്വാമി ഇത്ര നേരം ആരെ കുളിപ്പിച്ചു? എന്താണ് ഇത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാട്ടോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എന്നാ? എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. താൻ പോയത് ചോദിച്ചേ. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി? ഡോ, തന്നോട് അവിടെ പോയി ഞണ്ണാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാനേ ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്നത്. ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് എടോ, പോകുന്നു. തന്നോട് ഞാൻ പറയുന്നത്. സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സ്വാമി ജനലും വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്. എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? ഡോ, മതിയടോ വിളമ്പിയത്. എന്തേ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന് താഴെ എടുത്ത് വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അത് തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാർ, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം. എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ. എണിക്കണോ? എന്താ എണിക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതൊക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി അങ്ങനെ താലിപ്പോ ശവം തിന്ന് വിശപ്പടക്കണ്ട. കൊണ്ടുകളയാണോ? എന്ത് കൊണ്ടുകളയാൻ. എങ്ങനെ? എന്തെന്നാണ് പിടിച്ചു വലിക്കരുത് സ്വാമി, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്ക്. കളയടോ, കളയാ. സ്വാമി, ദേ കുളിമുറി. കളയാൻ. കുളിമുറി ഇവിടെ, കുളിമുറി. ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ വേണ്ടി സ്ഥലം അതല്ലേ ഞാൻ പറഞ്ഞത്. എവിടേക്ക്? ഞാൻ ചോറിനിട്ട് വരാന്ന്. ഞാൻ ചോറിനിട്ട് വരാം. പിടിച്ചു വലിക്കരുതെന്ന് എവിടേക്ക് വലിക്കലെന്നെ? സ്വാമി, ഞാൻ പറയണത് കേക്ക്. ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ, ഇന്നത്തോടെ ലാസ്റ്റ്. ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്ന് ജീവിക്കേ. എന്താ? അതെ, ഇതൊരു ചിക്കൻ കറിയാണ്. ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല എന്നാരാ ഞാനാ പറയണ? നിങ്ങൾ എടുത്തോ. ഞാൻ വിടില്ല. പോയി. അയ്യോ, ഉണ്ണി, ഉണ്ണി. എന്താമ്മേ? ദേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന്? ചിക്കൻ കറി. വാ. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫേ. ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ ദേ വരുന്നു സ്വാമി. എന്താ? മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു. സമാധാനമില്ല. തിന്നോ തൈരും സാമ്പാറും പപ്പടവും വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നണ നായിന്റെ പോലെ. ഇതാണ് പോട്ടെ. താരെന്തോടെ കിടന്ന് കുരയ്ക്കുന്നത്? എടോ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ. തകർന്ന് ഉറങ്ങാമോ? ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. എവിടെ പോയി? എന്താ? അതെ, ചോറ് ഇരിപ്പുണ്ടോ? കുറച്ച് ചോറ് എടുക്കാൻ. അയ്യോ, ഇല്ലല്ലോ.
ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവൂലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. ഓ, അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല, ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ, എന്തിനാ വെറുതെ സ്വാമിയെ പട്ടീന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശു അല്ലേ. ഇത് ശരിക്കും പട്ടി. ബൗ, ബൗ. അയ്യോ, എന്നിട്ടെന്താ, കിടന്ന് തുറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. അതെ, അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്താ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്. അതും കേട്ട് കിടന്ന് ഉറങ്ങാലോന്ന് വെച്ചിട്ടാ. അമ്മായി ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ആ ഭാഗം KK ചിപ്സിന് വിട്ടു തരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്ക് അത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല, പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയണത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്റെ KK ചിപ്സിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരിയൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിറ്റി, പാദസര ചിറ്റി, ട്രാൻസിസ്റ്റർ ചിറ്റി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടിക്കമ്പനി എവിടെയുള്ളൂ, KK ചിപ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്. ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചി കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്ത് കൂടെ പോകണ്ട. അടുക്ക മാത്രം പോണില്ല. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി ഉരുക്കടോ, തട്ടി തടഞ്ഞ് വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടാണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചെറിയ മേലെ. എന്താടോ ചിരവത്ര മോശ? KK ചിപ്സ് ഒരു ചിരവച്ചിട്ടി കൂടി തോന്നാൻ പോകുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറിഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് അപ്പൊ അവള് വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരാടാ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണിക്കുട്ടി അമ്മാന്ന്. എടി അപ്പുറത്ത് പോവാൻ. നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മണിയെ കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി പറയാം. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടിയകത്തേക്ക് പോവൂ. അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ പോടാ അവിടുന്ന്. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ. സോഡയുണ്ട്, വെള്ളമുണ്ട്, ഏതാ വേണ്ടെന്ന് വെച്ചാ ഒഴിച്ചോളൂ. അപ്പൊ എന്റെ ഒഴിക്കുന്നില്ലേ? മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കുപ്പിയുമ്പോ തന്നെ എഴുതി വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ മനസമാധാനത്തോടെ കുടിക്കും? അങ്ങനെയൊക്കെ വിചാരിച്ചാ കഴിക്കാൻ പറ്റുമോ എന്റെ NTR? ആ അത് ശരിയാ. ഞാൻ കുടിക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. പ്രത്യേകിച്ച് സാറിനെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്. വെള്ളമടിച്ച് നേരത്തെ തട്ടിപ്പോയ അവകാശികൾക്ക് ജോലി കിട്ടൂലോ. NTR ഞാൻ സാറിന്റെ കാര്യം പറഞ്ഞതല്ല. സാർ അങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോവോ? ഒരുപാട് അനുഭവിച്ചിട്ടല്ലേ ഇവിടുന്ന് പോവുള്ളൂ. എന്താ നല്ല സുഖങ്ങളെ. ഇത് പ്രത്യേകിച്ച് ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തി വെച്ചിരിക്കുന്ന ബീഫാ. അകത്താണെങ്കിൽ താറാവ് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ? NTR എന്നോട് എന്തും ചോദിക്കാം, പണം ഒഴിച്ച്.
ഹോട്ടലിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങള് പഴയതാണെന്ന് നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കണേ? അതിന് പല ശാസ്ത്രീയ രീതികളുണ്ട്. പക്ഷെ എന്നെ പോലുള്ള എക്സ്പെർട്ടിലേക്ക് ലാബിന്റെയോ ഒരു പുണ്ണാക്കിന്റെയോ ആവശ്യമില്ല. ഒന്ന് മണത്തോ ഒന്ന് രുചിച്ചോ നോക്കിയാൽ മതി എത്ര ദിവസത്തെ പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. എന്റെ അമ്മോ, എന്തു പറ്റി? അല്ല, ഞാൻ ഓർക്കുകയായിരുന്നു സാറിന് മലവും മൂത്രവും പരിശോധിക്കുന്ന ജോലി കിട്ടാതിരുന്നത് ഭാഗ്യം. സാറ് കഴിക്കേ. അച്ഛനെന്നെ വിളിച്ചോ? 3 പ്രാവശ്യം വിളിച്ചു എന്നാ എന്റെ ഓർമ്മ. മോനത് കേട്ടില്ലേ? ആദ്യം വിളിച്ചപ്പോ പുല്ലിന് പശു കൊടുക്കായിരുന്നു. അല്ല, പശുവിന് പുല്ല് കൊടുക്കായിരുന്നു. ആ, ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ. ഇപ്പൊ അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ അല്ലേ മോനെ? ഇന്നത്തെ ഹോട്ടലിലെ കണക്കിൽ 5 രൂപ 75 പൈസ കുറവുണ്ടല്ലോ. അത് ഞാൻ പല തെണ്ടികൾക്കായി ധർമ്മം കൊടുത്തച്ചാ. അതില് നീ എത്ര എടുത്തു? അയ്യേ, ബീഫ് ഇനി ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇനിയും തരാം. അതൊക്കെ പോട്ടെ, ബീഫ് എങ്ങനെയുണ്ട്? എന്ന് പറഞ്ഞാ പോരാ, അത്യുഗ്രൻ. കഴിഞ്ഞ ഓണം തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ ആവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാട്ടിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ ഹൈ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യട മോനെ കാശ. അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുമായിരുന്നില്ലേ? ജനം കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ? എന്തായാലും ഇപ്രാവശ്യം വടക്കും പ്രത്യേക തറ പറ്റിക്കണം. അപ്പൊ അത് തന്നെയുള്ളൂ തന്നോട് ഈ നേരം വരെ പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവിടെ. പരിപാടി തല്ലിപ്പൊളി ആക്കോടോ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവർ എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ. താൻ എന്നോട് ഈ ഇരുമ്പുമ്മ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വരാൻ. വിദഗ്ധനായ ഒരു ഫുഡ് ഇൻസ്പെക്ടറാണ് പറയണത് 2 ആഴ്ച പഴക്കമുള്ള ബീഫ് ഉഗ്രനാണ്, അത്യുഗ്രനാണെന്ന്. ഇറച്ചി പഴകും തോറും രുചി കൂടുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായ? എന്റെ പൊന്നുമോൻ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും കൂടി എടുത്തിട്ട് വാ. എനിക്ക് വേണ്ട. 2 ആഴ്ചത്തെ പഴക്കം ഉണ്ടെന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞതല്ലേ. ശരി. ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 36 ദിവസത്തെ പഴക്കേ ഇപ്പൊ ഇതിനുള്ളൂ. മുണ്ട് മുറുക്കിയെടുത്ത് 24 മണിക്കൂറും അധ്വാനിച്ചിട്ട നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ ഈ രാമൻ നായർ ഇന്നത്തെ NTR ആയത്. എന്റെ ബുദ്ധിയും അധ്വാനവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം ശരീരമനങ്ങാതെ വെറുതെ ഇരുന്ന് തിന്നു മുടിക്കാമെന്ന് ഒരു പട്ടികളും മോഹിക്കണ്ട. തന്തയ്ക്ക് എച്ചിലെടുക്കാമെങ്കിൽ മക്കൾക്ക് അടുക്കള ജോലിയും ചെയ്യാം. സൂചി പോകുന്ന വഴിയേ നൂല് പോവാൻ പാടുള്ളൂ. കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറും ഒരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ് അത് മനസ്സിലാക്കണം. മനസ്സിലായ? ഈ സൂചിയുടെ കാര്യം ഞാൻ ദിവസവും പറഞ്ഞു കൊടുക്കാണ്ട് മുതലാളി. ണ്ടല്ലോ തന്തയ്ക്കെതിരെ യൂണിയൻ ഉണ്ടാക്കാൻ ലൈറ്റ് എന്തിനാ? ഇരുട്ടത്തിരുന്ന് സംസാരിച്ചാലും ശബ്ദം പുറത്തോട്ട് വരും. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് നിന്റെ അമ്മയുടെ കുടുംബ സ്വത്തൊന്നല്ലോ. 10 മണിക്ക് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണമെന്ന് പറഞ്ഞ കേക്കില്ല കഴിവേറികള്. രമേശ, എടാ രമേശ. എന്താ? നീയാ? നിന്റെ പേര് അവന് കൊടുത്തിട്ട് അവന്റെ പേര് നീ എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ രമേശിനെ വിളിച്ചത്. അവൻ തൊഴുത്തി ചാണോമാരിയാ. അത് നിന്റെ ജോലിയല്ലേ? ഇന്ന് പോലെ അവന്റെ ജോലി ഞാനും എന്റെ ജോലി അവനും ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ചേഞ്ചിന് കടിഞ്ചായ എങ്ങനെയുണ്ടാ ചാ? ഞാനിട്ടതാ. മുഖസ്തുതി പറയാനെന്ന് വിചാരിക്കരുത്. വായിൽ വെക്കാൻ കൊള്ളില്ല. ഒരു ചായക്കടക്കാരന്റെ മകന് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നീ പോയി ആ പേസ് എടുക്ക്. ആ കഴിവേറി പോയാ? ആരാച്ചാ? രമേശനാണോ? അല്ലടാ, ആ സ്വാമി കഴിവേറി. ചിറ്റപ്പൻ രാവിലെ തന്നെ പോയി. കാര്യം അവൻ എന്റെ അനിയനാ. പക്ഷെ എന്റെ സമ്മതമില്ലാതെ അവൻ ഇവിടെ എങ്ങാനും കയറ്റി താമസിപ്പിച്ച ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ. എന്തിനാ ഇത്രയധികം? നീ പല്ല് വെച്ചോ? ഇല്ല. അവൻ തേച്ചോ? തേച്ച കാണില്ല. പാതി അവന് കൊടുത്തിട്ട് പാതി നീ എടുത്തോ. എന്നാ ചെല്ലേ. അല്ല, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞതാ. പക്ഷെ പശു പിന്നെ അപ്പിട്ടു. ഞാൻ വാരും, പശു അപ്പിടും. ഞാൻ വാരുന്നു, പശു ഇടും. ഞാൻ വാരുന്നു, പശു. മതി. നിന്റെ മോന്ത കണ്ട പശു അല്ല ആരായാലും അപ്പിടും. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ അവന്റെ പ്രവൃത്തി. ഒന്ന് അനങ്ങി കൊണ്ടുപോയി ഇടറ രാജകുമാരാ. പിന്നെ അപ്പിടിക്കും ഞാൻ. ഒരു ദിവസം ഞാൻ ഈ പശുവിന്റെ ബാക്ക് അടച്ച് പൂട്ടും.
പറയണുണ്ട് മുതലാളിക്കൊന്നും തോന്നരുത്. ഈടെയായിട്ട് പാലില് കുറച്ച് വെള്ളം കൂടുതലാ. കുറച്ച് ദിവസമായിട്ട് പറയണം നീ ആയിരിക്കാ. ഉമ്മ, ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് നോക്കി, ചേരണില്ല. പാലില് വെള്ളേ ചേരൂ. അല്ലേലും പാലില് വെള്ളം ചേർത്തേ കഴിക്കാവൂ. ഇത് ഞാൻ പറയണതല്ല, ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതാ. എനിക്ക് 3 ബസ്സുണ്ട്, അത് നല്ല ലാഭത്തിലാ ഓടണത്. ഒരു ചിട്ടി ഫണ്ട് ഉണ്ട്, അത് അതിലും ലാഭത്തിലാ പോണത്. പിന്നെ ഒരു ഹോട്ടലുണ്ട്, അതിന്ന് ഭയങ്കര ലാഭ. പിന്നെ ഈ പാൽ കച്ചവടം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നഷ്ടാ. പിന്നെ ഞാൻ എന്തിനീ പാൽ കച്ചവടം നടത്തുന്നു പറഞ്ഞാൽ, പശുവിന്റെ അകിടിന്ന് തുടങ്ങിയതാ എന്റെ ജീവിതം. അതിന്റെ അടി കിടന്ന് തന്നെ ചാവണം എന്നാണ് എന്റെ ആഗ്രഹവും. അമ്മാവോ, ഇങ്ങനെ പോയാ അമ്മ പശുവിന്റെ ചവിട്ടുകൊണ്ടേ ചാവൂ. എടാ, നീ പാല് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലടാ, പോ. പിന്നെ എടുത്തോളാം. ഇതേതാ ഈ കുട്ടി പിശാശി? അതാ സ്വർണ്ണപ്പണിക്കാരൻ രാഘവേട്ടന്റെ മോനാ. ഓ, അവന്റെ ചൊടിയും മിടുക്കൊക്കെ കണ്ടിട്ട് അവൻ ആ ചെത്തുകാരൻ ഗോപാലന്റെ ആണെന്നാ തോന്നണേ. അപ്പൊ നിങ്ങളുടെ കമ്പനി തന്നെ. എടാ മോനെ, നന കഴിഞ്ഞ അച്ഛന്റെ ഉടുപ്പിൽ അഴുക്കൊന്നും പോയിട്ടില്ലല്ലോ. ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താൽ മാത്രം പോരാ, കല്ലിൽ നന്നായിട്ട് ഇങ്ങനെ അലക്കണം. കൊണ്ടുപോയി അലക്കണം തെണ്ടി. ഇവ എന്റെ മോൻ തന്നെ അല്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട് മുതലാളി. നിങ്ങൾക്ക് പാല് കിട്ടിയ പിന്നെ ഇങ്ങനെ വല്ലവരുടെ കാര്യം അന്വേഷിക്കണേ. ഓ, ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി, ചേട്ടനെ പോന്നു. ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി. എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും, പിച്ചൈമണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽപേട്ട സെൻട്രൽ ജയിലിൽ 2 ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിരടാ കളിക്കുന്ന പന്നി. നിർത്തടാ നിന്റെ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ, വെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്. നീ ഓടാ അവിടുന്ന് വെട്ടിപ്പെട്ടി. മൂത്തവൻ 5 ഇളയവന് 2 വയസ്സുള്ളപ്പോ അവരുടെ തള്ള പോയതാ. വീണ്ടും ഒരു കല്യാണം പോലും കഴിക്കാതെ എന്റെ ഈ തോളിൽ ചുമന്ന എന്റെ മക്കളെ ഞാൻ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പൊ അവര് വളർന്നു വക്കീല് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയിടോ. പക്ഷേ ശരീരം വളർന്നു എന്ന് വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറയാം, ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുതലാളി വിശ്വാസം. അതെ അതെ, അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് മുതലാളി പശുവിന് ധാരാളം തേങ്ങാ പിണ്ണാക്കും പച്ചപ്പുല്ലും ഒക്കെ കൊടുത്തതെന്തിനാ? നാളെ രാവിലെ അത് പാല് തരുമെന്നുള്ള വിശ്വാസത്തിലല്ലേ? അതേ നാളെ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ടൊരു തൊഴി വെച്ച് തന്നാലോ? അയ്യോ, തെറ്റി. അങ്ങനെയല്ല, അത് ഉദ്ദേശിച്ച് തെറ്റി. പറഞ്ഞതാണ് ശരി. എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചു എന്നിരിക്കട്ടെ. 3-4 വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ, എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ നടക്കണ്ടേ? അന്ന് അവരിതുപോലെ കാല് മടക്കി ഒരു ചവിട്ട് തന്നാൽ അതിനൊരു 5-6 കിഡ്നിയും ഹാർട്ടും ഒക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോരെ, ആവശ്യമുള്ളപ്പെടുത്ത് ഉപയോഗിക്കാമല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. ഈ കിഡ്നിയും ഹാർട്ടും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലയുണ്ടല്ലോ, അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അവിടെ സംസാരിക്കാൻ പോലും അറിയില്ല മുതലാളി. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, അതായത് ഇപ്പോ എനിക്കറിയാം രമണന്റെ കല്യാണക്കാരിയല്ലേ, അത് നടക്കട്ടെ. എല്ലാം അതാതിന്റെ സമയത്ത് തന്നെ നടക്കണം. പക്ഷേ തറവാട്ടി പിറന്നൊരു പെണ്ണിനെ ഞാൻ ഇതിനകത്ത് കയറ്റു. അതും മാത്രല്ല, നല്ല സ്ത്രീധനവും വേണം. ഒരു വക്കീൽ എന്ന നിലയിൽ സ്ത്രീധന സമ്പ്രദായത്തോട് ഞാനെതിരാ. സ്ത്രീധനത്തിനോട് താൻ എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം തന്റെ വീട്ടിൽ 10 പൈസ ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ മൂത്ത 2 ചേച്ചിമാരും താഴെയുള്ള അനീത്തിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴോട് നിൽക്കണേ. താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവാ. തന്റെ അനീത്തി വേണ്ടട്ടോ. കൊള്ളാലോ, വക്കീല് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
അല്ലേലും യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ മുതലാളി നടുങ്ങും. നമസ്കാരം. നമസ്കാരം. വരണം. കാത്തുകാത്തിരുന്ന് ചന്തയും ചായ തണുത്തു. എനിക്ക് ഉച്ചക്കത്തെ പ്ലെയിനിൽ കൽക്കട്ടയ്ക്ക് പോകാനുള്ളത്. അതെന്തിനാ? ജെട്ടിക്ക് അല്ല ജൗളിക്ക് ഓർഡർ കൊടുക്കാനുള്ളതാ. കടന്നൂരു. അങ്ങനുണ്ട്. കുഴപ്പമില്ല. കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ? അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ. ഇത്ര ഫെയിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആഹാരമൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഇറങ്ങിയപ്പോ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്താ പേടിച്ചാ? എഴുന്നേറ്റ് പോണോ അവിടുന്ന്? എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് മാറ്റേ. കുട്ടി, ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ. മോളിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാനുള്ള ശക്തി ഇല്ലാതുകൊണ്ടാ. പേസ്റ്റ് അല്ലേ മുഖത്തിരിക്കണത്? എവിടെ? ദേഹിരിക്കണ ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ. ദൈവമേ, നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. കൊണ്ടുകൈ ഇരുന്നാട്ടെ, ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ. നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത് അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ ഇദ്ദേഹവും സാഹിത്യകാരനാണ്. അതെ അല്ല, അതെ ഞാനാ. കെ ജോസഫ് എന്ന് കേട്ടിട്ടില്ലേ? കൊണ്ടുകൈ. പിന്നെ ചേട്ടൻ ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞോളൂ. അത് ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഉവ്വ. കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. ആ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കൊണ്ടുകൈ. ഇടയ്ക്കിടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷ. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ മനുഷ്യരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരരിഞ്ഞ ജോമാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാ ചേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് വിട്ടിരുന്നിട്ട് നല്ല മനുഷ്യനാണ്. ആ, പിന്നൊരു കാര്യമുണ്ട്. മൂസാ ചേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സ്വാമി, ചങ്ങല ചങ്ങല സ്വാമി, ചങ്ങല. ദേ കാലുമ്മ ചങ്ങല ഓടിയോ. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി. അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നാടാ പട്ടി. അത് ശരി. നീയൊക്കെ ഇവിടെ വീടാന്നിരിക്കും വാടക താമസിക്കാത്ര? അല്ല, അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി. അല്ല, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട, ഞങ്ങൾ മാറിക്കോളാം. ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. പരമാനന്ദൻ നായർക്ക് കൽക്കട്ടെ പോണ്ടതല്ലേ? സമയം കളയണ്ട, കുട്ടിയെ വിളിച്ചോളൂ. വിശാലാക്ഷിയെ അവളെ ഇങ്ങോട്ട് അയക്കേ. മടിച്ചിരിക്കാതെ ആലോചിച്ചിരിക്കാതെ കടന്നൂര് വേഗം തീരായി. ഇയാൾക്ക് എന്താ വട്ടുണ്ടാ? ഏയ്, ഞാൻ പറഞ്ഞില്ല മുതലാളി, പരമാനന്ദൻ ചേട്ടൻ ആളൊരു എന്താണ് ഒരു രഹസ്യ വർത്തമാനം? അല്ല, ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി ഫുട്പാത്ത് കച്ചവടക്കാർ വിളിക്കും പോലെ മോളെ വിളിച്ചതുകൊണ്ടാ. അതെ, അവള് വലിയ നാണക്കാരിയാ. ആദ്യമായിട്ട് ഒരു ചെറുക്കന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമല്ലയോ, ശങ്ക കാണും.
അതിനൊരു ധൈര്യം കൊടുത്തതാ. ഞാൻ പറഞ്ഞു. മറിച്ച് വല്ലതും തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല. മുതലാളിക്ക് വല്ലതും തോന്നിയോ? നിനക്ക് തോന്നിയ കുട്ടിയെ ആണോ? ആ രമണനോ? എനിക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെടും. ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. സൂചിപ്പിച്ചു. ഞങ്ങൾക്കുള്ളതല്ല അവക്കുള്ളതാ. തുണിക്കിടയും താമസിക്കുന്ന വീടും ഇപ്പോഴേ അവിടെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വായിക്കരിയിട്ട ശേഷമേ അവക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ പറ്റുക. അതിന് വലിയ താമസമില്ലല്ലോ. ഏയ് അല്ല, നന്നായിന്ന് പറയായിരുന്നു. പിന്നെ അവിടെ കഴുത്തിലും കാതിലും കുറച്ച് സ്വർണ്ണമുണ്ട്. അതുകൂടാതെ പണമോ പണ്ടമോ വേണമെന്ന് ഏത് എരപ്പാളി പറഞ്ഞാലും ഒരു പുല്ല് ഞാൻ കൊടുക്കൂല. ഒന്ന് രണ്ട് നല്ല തറവാട്ടിന്ന് ആലോചന വന്നപ്പോ പെണ്ണ് കാണാൻ പോലും ഞാൻ അവരെ വിളിച്ചില്ല. എന്തുകൊണ്ടാന്നറിയാവോ? സ്ത്രീധനം വേണമെന്നൊരു വാശി പിടിച്ചോണ്ടാ. അത് കുറ്റമല്ലയോ? എടോ പരമാനന്ദൻ നായരി. എടോ പരമാനന്ദൻ നായിരേ, തന്റെ കയ്യിൽ നിന്ന് 1-2 ലക്ഷം രൂപ കിട്ടിയിട്ട് എനിക്ക് അവിടെ കഞ്ഞി വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്റെ മോന് സ്ത്രീധനായിട്ട് എന്ത് കിട്ടീന്ന് അവന്റെ കൂട്ടുകാർ ചോദിച്ചാ അവ ഊമയായിരിക്കാൻ പാടില്ലല്ലോ. അവൻ ഊമയായിരിക്കാൻ പാടില്ലല്ലോന്ന്. വീടും തുണിക്കട ഉണ്ടല്ലോ അച്ഛാ. മിണ്ടായിരിക്കടാ. കാരണന്മാരെ സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അല്ല മുതലാളി, അപ്പൊ നമുക്കിതങ്ങ് ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കല്ലേ? പിന്നെ അല്ലാതെ 1 തരം 2 തരം 3 തരം അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടെയാണെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെയെന്ന് വെച്ചാ പറയണോ? അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ തനിക്ക് വരും. നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പ്രശ്നമുണ്ട്. പ്രശ്നം ഇനിയാണ് പറഞ്ഞു കൊടുക്കും. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണെന്ന് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന് ശരിയാ. കണ്ടോ അഹങ്കാരം? തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാടുണ്ടോ? അത് ഞാൻ പോലീസ് ഐജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളോട്ടോ ഞാൻ. ഇടിക്കല്ലേന്ന്. നിനക്കെന്താ വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടിയേ ഉള്ളൂ. ഊരാൻ പറഞ്ഞോ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി നിനക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ ഇരട്ട പറ്റുന്ന ഒരേ ഡ്രസ്സായി ചോദിച്ചതാ ഞാൻ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക, പകരം വീട്ടാൻ. അയ്യോ, അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ? പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പം നിക്കണ് ഇരുമ്പ് ജോണേ, ഇരുമ്പ് ജോൺ. അവനാ വട്ടപ്പള്ളി തട്ടിയിട്ടത്. അവനത് ചെയ്യും സ്വാമി. കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മോളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന്. സ്വാമിക്ക് തോന്നിയില്ലേ? എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്തൻ ആശുപത്രി കിടക്കും. അതുവരെങ്കിലും മനുഷ്യൻ സമാധാനിച്ച് കഴിയാലോ. അപ്പോ ഞാൻ പോട്ടെ സ്വാമി. അതെ, നമ്മളാ ഇതിവിടെ തരാൻ പറഞ്ഞു ചുരിദാർ. അപ്പോ ഞാൻ പോട്ടെ സ്വാമി. സ്വാമിയേ, ഇത് വലിയ ശല്യായില്ലോ. താ കൊറേ നേരം സ്വാമി സ്വാമി എന്ന് പറഞ്ഞു വിളിക്കണേ. ശബരിമലയ്ക്ക് കൊണ്ടാ? അല്ല, സ്വാമിക്ക് എന്തിനാ ചുരിദാർ? സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ചയുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞ പോലെ ഞാൻ പോട്ടെ സ്വാമി. ഓട്ടോ ആ സ്വാമി. എന്നിട്ട് പശുവിന്റെ താനിതാ പിശാചിനോട് കൊടുക്കണോ? ദൈവമേ, സ്വാമി എന്നെ വിളിച്ചാ പോടോ. ഞാൻ സത്യം തുറന്നു പറയൂട്ടോ. ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോയല്ലോ എന്റെ അമ്മ. എങ്ങനെയുണ്ട്? ഇതെന്താ പെണ്ണ നീ ഇതിട്ടുണ്ട് ഇവിടെ കിടന്ന് തിരിയുന്നത്? പിന്നെ സ്വാമി മേടിച്ചു കൊടുത്തു വിട്ടതല്ലേ? ഞാനോ? നിനക്കോ? അയാൾ കൊണ്ടത് ഊരാൻ ഊരടി. അയ്യേ, ഇവിടെ വെച്ചാണ് ഊരുന്നത്. താഴെ കയറി പോയി ഊരിക്കൊണ്ട് പോവണേ, നാണമില്ലാത്ത ജന്തു. ഹായ്, അളവെടുത്ത് തയ്ച്ച പോലുണ്ടല്ലോ. സ്വാമി എപ്പോഴാ അളവെടുത്തത്? താനീ പെണ്ണാണോ കൊണ്ട് കൊടുത്തത്? സ്വാമി അല്ലേ പറഞ്ഞത് പിശാചിനെ കൊണ്ട് കൊടുക്കാം? പിശാചല്ല, മറ്റേ പിശാചിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ. ഏത്? ഓ, പശു കടിച്ച പിശാചി. അല്ലേ, ഇത് എന്തൊരു ഇടപാടാ?
എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേച്ച് അതിപ്പോ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ? എടി ഉണ്ണി, നീ എങ്ങും തിരിച്ചു കൊടുക്കണ്ടടി, അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇതാ ഇപ്പൊ കൂത്തായി പോയത്. ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം. പ്രതിഫലമോ? എന്താ പ്രതിഫലം? വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന്. എന്താ, ഉടുപ്പ് തിരിച്ചു വേണം? വേണ്ട വേണ്ട, എടുത്തോ. മിസ്റ്റർ കെ കെ ജോസഫേ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സ്വാമി? താൻ എന്നെ തെണ്ടിച്ച് ഇറങ്ങുള്ളല്ലേ? ആ പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ? ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആർക്കറിയാം? ഒരു ചുരിദാറും വെച്ചോണ്ട് അവളെ എന്ത് ചെയ്യാൻ? എന്റെ ദൈവമേ, ഇനി ചുരിദാറും ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? വന്നു, അവര് വന്നു. താൻ ചെന്ന് കഥ ഉറക്കിയോ, അവരെ പറഞ്ഞു വിടുകയോ, അവര് തരുന്ന എന്താണെന്ന് വെച്ചാൽ താൻ വാങ്ങിച്ചോ, എനിക്ക് വയ്യ. സ്വാമി, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. എന്റെ ഈശ്വര, എന്റെ മോള് വന്ന് കേറിയതല്ലേ ഉള്ളൂ. എന്റെ ശീലങ്ങളൊക്കെ എത്ര വേഗം മനസ്സിലാക്കിയത്. എന്നും രാത്രിയില് എനിക്ക് പാല് നിർബന്ധമാണെന്ന് എന്റെ മോൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അയ്യോ അച്ഛാ, ഹായ്, മധുരം കൃത്യം. മോള് ചെന്ന് കിടന്നോളൂ കേട്ടോ. വിഘ്നേശ്വര. ചായ വെച്ചിട്ടില്ലേ രമണ? എടാ രമേശ, കൊറേ നാളായി ഈ പടല കളഞ്ഞ് 1000 മേടിക്കുന്ന ആ ചെറ്റ കേൾക്കൂല. എടാ രമേശ, എടാ ഈ രമണൻ രമേശനൊക്കെ അവിടെ പോയി. മുതലാളിയല്ലേ പറഞ്ഞത് ഹോട്ടലിൽ പെയിന്റ് അടിക്കുന്നതുകൊണ്ട് രമേശോട് ഹോട്ടലിൽ പോയി കിടക്കാൻ. അപ്പൊ രമണനോ? രമണ്ടി ഇവിടെ അല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അതെന്താന്ന്? കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണിന്റെ കൂടെ അല്ലാതെ ഹോട്ടലിൽ പോയി കിടക്കാൻ പറ്റുമോ? ഞാൻ ഒറ്റ വീക്കു ചെന്നുണ്ടല്ലോ, തുറക്കടാ. ആരെ വെളുപ്പാങ്കാലത്ത് ശല്യം? എന്താ അച്ഛാ? ചായ ഇങ്ങ് തന്നേക്ക്. നിനക്ക് ചായ കൊണ്ടു തരാൻ ഞാൻ ആരും ഇവിടുത്തെ ബാല്യക്കാരനോ? എനിക്ക് എഴുന്നേറ്റ ഉടനെ ചായ കിട്ടണം, അതെന്റെ ഒരു ശീല. ഇത്ര വെളുപ്പിനെ അടുക്കളയിൽ കയറി എനിക്ക് ശീലമില്ല അച്ഛാ. നീ ഉച്ചയായിട്ട് കയറിയാ മതി, അവനെ എഴുന്നേൽപ്പിച്ചുവിട്, അവൻ ചായ ഇട്ടോളൂ. എനിക്കിഷ്ടമല്ല. വെളുപ്പിന് ചായ വേണമെങ്കിൽ ഒരു വേലക്കാരിയെ നിർത്തണം. അഹങ്കാരി, നീ ആരോട് സംസാരിക്കുന്നറിയോ? എന്റെ ഭർത്താവിന്റെ അച്ഛനോട്. എനിക്ക് കുറച്ചുകൂടെ കിടക്കണം. അച്ഛൻ ചെല്ലേ. പുത്തരിയിൽ കല്ല് കടിച്ചു. ഞാനും അത് മുതലാളിയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുതലാളിയുടെ ഹോട്ടലിലെ ഊണിനെ പറ്റി പൊതുവേ അങ്ങനെ ഒരു പരാതി ഉണ്ട്. ഹോട്ടലിൽ അല്ലടോ കല്ല് കടിച്ചത്. പിന്നെ വീട്ടിലാണോ? അരിയില്ലാത്ത കല്ല്, കല്ലില്ലാത്ത അരി വാങ്ങിച്ചാ പോലെ മുതലാളി? സ്റ്റോൺലെസ് അരിയിൽ അല്ലടോ കല്ല് കടിച്ചത്. പിന്നെ കറിയിലാണോ? തന്റെ തന്തയുടെ മൂത്രത്തില്. ആ കല്ലെങ്ങനെ മുതലാളിയുടെ ആഹാരത്തിൽ വന്നു? താൻ കൊണ്ടുവന്നിട്ടു. എന്റെ മോന് താൻ കണ്ടുപിടിച്ച ചരക്കില്ലേ, അതിലാണ് കല്ല്. ആ കുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലെ കല്ലുണ്ടാകാന്ന് വെച്ചാൽ എന്റെ ഈശ്വര. എടോ പേട്ടു വക്കീലേ, ആ പെണ്ണ് എന്റെ വീട്ടിൽ വന്ന് സമാധാനവും കെടുത്തി അവിടെ കുളവും തോണ്ടി. ഓഹോ, അവിടെ പൈപ്പും കിണറുമൊക്കെ ഉള്ള സ്ഥിതിക്ക് കുളത്തിന്റെ ആവശ്യമില്ലാന്ന് മുതലാളിക്ക് പറഞ്ഞ് മനസ്സിലാക്കാറില്ലേ? തനിക്ക് ആരടോ മരക്കഴുത വക്കീലിന്റെ സുന്നത്ത് തന്നത്? അയ്യേ, സുന്നത്തല്ല മുതലാളി, സന്നത്. സന്നദ്ധെങ്കിൽ സന്നത്ത്. ആ പരമനാരിയുടെ മോള് ഒരാഴ്ച കൊണ്ട് എന്റെ മോനെ ഒടിച്ചു നുറുക്കി കക്ഷത്തി വെച്ചടോ. അവനിപ്പൊ മുറിന്ന് അവള് പുറത്തേക്ക് ഇറക്കണില്ല. ഓഹോ, അങ്ങനെയോ? എന്റെ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. അപ്പൊ താനല്ലേ പറഞ്ഞത് അവള് തറവാട്ടി പറഞ്ഞാണെന്ന്? അതെ അതെ, തറവാട്ടി പറഞ്ഞതാണ്. പക്ഷെ ജനിച്ചത് സർക്കാർ ആശുപത്രിയിലാണല്ലോ. അതുകൊണ്ട് സർക്കാർ ആശുപത്രി ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാം പിടിച്ചടക്കാനുള്ളത് പ്രവണത അതുള്ളതാ. മെഡിക്കൽ സയൻസിൽ അതിനെ ചെറോമാനിയ എന്ന് പറയും. പിന്നെ പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, രണ്ടു വേന്ദ്രന്മാരായ ആൺമക്കളെ വരച്ച വരയിൽ നിർത്തിയ മുതലാളി കേവലം നരിന്തുപോലൊരു പെണ്ണിന്റെ മുന്നിൽ പതറുക എന്ന് വെച്ചാൽ, അങ്ങനെ ഒരാളിന്റെ ലീഗൽ അഡ്വൈസർ ആയിരിക്കുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്. രമണ, എടാ രമണ, എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? നീ ആരുടെ അത് ചോദിക്കാൻ? ദേഷ്യം വരുമ്പോ ഈ കോങ്കണ്ണ് കാണാനേ നല്ല രസാ. ഞാൻ രമണനെയാണ് വിളിച്ചത്. ആ രമണ ബാത്റൂമില്ല. അവൻ ഈ നേരത്തെ ബാത്റൂമിൽ പോവാറില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക സമയമുണ്ടോ? നിന്റെ വീട്ടിൽ അതിനുള്ള സമയവും സ്ഥലവും കാണത്തില്ലായിരിക്കും. എന്റെ മക്കളെ ഞാൻ ചിട്ടയോടെ തന്നെ വളർത്തിയത്. അവര് മൂത്രമൊഴിക്കേണ്ട സമയത്തെ മൂത്രമൊഴിക്കൂ. നീ വന്ന് അതും തെറ്റിച്ചു. ആ, അതിന്റെ ആശ്വാസവും അവർക്കുണ്ട്. തറുതല പറയുന്നോടി.
ആരോട് ചോദിച്ചിട്ട് നീ വേറെ കാര്യം നിർത്തിയത്? ആരോടും ചോദിച്ചില്ല. ഇന്നലെ എന്റെ അച്ഛൻ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചിരുന്നു. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോ അച്ഛൻ അയച്ചെന്നാ ചാരില്ലതെ. നല്ല കൈപ്പുണ്യമുള്ളവളാ. കഴിച്ചു നോക്കില്ലേ? വേലക്കാരി വെച്ചത് എന്റെ പട്ടിക്ക് കൊടുക്കും. ചാരില്ലതെ, ഇതെടുത്താ പട്ടിക്ക് കൊടുക്ക്. അച്ഛൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും. പെണ്ണായി പിറന്നുപോയി. ഇല്ലെങ്കിൽ പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിച്ചേനെ. അങ്ങനെ ഇപ്പൊ ഒരു പട്ടി നിന്നണ്ട. ഞാനുള്ളപ്പോ ഞാൻ തന്നെ തിന്നോളാം. എന്നെ തനിച്ചാക്കിട്ട് ചേട്ടനങ്ങ് പോവാണോ? പഴയ ആ മനോബലൊക്കെ KK ചിറ്റ്സിന് ഇപ്പൊ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടിയുടെ രക്ഷ നോക്കിയോളൂ. ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാ. അപ്പൊ ചിട്ടിപ്പണമൊക്കെ? ചിട്ടിപ്പണൊക്കെ പോട്ടെ, മനുഷ്യന്റെ ജീവനല്ലേ വലുത്. തെക്കുംപുറന്നും വടക്കുംപുറന്നും പറഞ്ഞ് കുറെ പിശാചുകൾ ആയുധമായിട്ട് നടക്കല്ലേ. അതിന് ചിട്ടിച്ചേട്ടൻ 2 ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായ നക്കി. ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും. കുട്ടിക്കുണ്ടാവും ഒരു ജന്മം. അന്ന് നായ നക്കാണ്ടിരുന്ന നമുക്ക് കുട്ടി ഏത് ദിക്കിരിക്കാ ഓടണം വെച്ചാൽ അത് പറ. എന്നിട്ട് വേണം എനിക്ക് അതിനെതിരെ ഓടാൻ. വിഘ്നേശ്വര രക്ഷിക്കണേ. സാരഥി കുമാരാ, ഈ തെണ്ടി എവിടെ പോയി കിടക്കണു? മുതലാളി, സാരഥി കൊച്ചമ്മയും കൊച്ചുമുതലാളിയും കുട്ടി പുറത്തു പോയിരിക്കാ. എന്നോട് ചോദിക്കാതെയോ? സംഗതികൾ അത്രത്തോളായോ? മുതലാളിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാലോ. അതുപോലെ മുതലാളിക്ക് ഇപ്പൊ എന്തോ വേണം? എനിക്ക് നിന്നെ എന്നെ പിടിക്കല്ലേ മുതലാളി. ആരെങ്കിലും കാണൂലേ? നോട്ടം കണ്ടില്ലേ കാളക്കുട്ടന്റെ? ഈ കോങ്കണിലിട്ടൊരു കുത്തുവെച്ചിട്ട് ഞാൻ. എന്റെ ഈശ്വര, ഈ പെണ്ണെന്റെ ചാരിത്രം കവർന്നെടുക്കുന്ന തോന്നണേ. വിഘ്നേശ്വര, എനിക്ക് ഇത്തിരി ശക്തി തരണേ. നിർത്ത്, പേടകം നിർത്തിടോ. ആവൂ, എത്തിയില്ലോ, ഭാഗ്യം. എന്താ അത്തത്തില്ലാന്ന് വിചാരിച്ചു? ഞാൻ തന്നോടല്ല പറഞ്ഞത്. സാറ് വണ്ടി കയറിയപ്പോ തൊട്ട് തുടങ്ങിയ ചൊറിച്ചിലാണല്ലോ. 10 വർഷമായി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട്. ആരെ എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ള എനിക്കറിയാം. എത്രയായി? 22. തന്റെ പ്രായമല്ല ചോദിച്ചത്, കൂലിയാ. കൂലിയാ ഞാനും പറഞ്ഞത്. അപ്പൊ തന്റെ പ്രായവും കൂലിയൊക്കെ ഒന്ന് തന്നെ. ഓ, ചിലപ്പോ 20 പോരെ? 2 ഉലുവ കൂടെ വേണം. മുതലാളിയുടെ ഹോട്ടലിൽ കയറി ഞാനൊരു ചായ കുടിച്ചാലേ 10 പൈസ കുറച്ചു തരാറില്ലല്ലോ. നല്ല നോട്ട് തന്നെ. സൂക്ഷിച്ച് പൊക്കോളൂ കേട്ടോ. പാണ്ടി ലോറികൾ പായണ സമയ. ഇടിച്ചാ പിന്നെ പൊടി കാണില്ല. കരിനാക്ക, ഒന്നും സംഭവിക്കാതിരുന്നാ മതി. എടാ പട്ടി, ഈ പണ്ടാറവിടെ ഉണ്ടാ. എടാ പന്നി, NTRന്റെ അനുവാദമില്ലാതെ നീ വണ്ടി എടുക്കും അല്ലേടാ? ഞാൻ ആരാണെന്ന് ശരിക്കും നിനക്ക് മനസ്സിലായില്ലടാ. തൊലിവെളപ്പുള്ളവളെ കണ്ടപ്പോ നീയും അങ്ങോട്ട് മയങ്ങിയില്ലേ? മര്യാദക്ക് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെയായ മര്യാദക്ക് ഇറങ്ങി വരുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്നാ മുതലാളി ഇങ്ങോട്ട് കയറി വാ, നമുക്ക് ഇവിടെ നിന്ന് സൗകര്യമായിട്ട് സംസാരിക്കാം. ഇറങ്ങടാ, ഇല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു വീഴ്ത്തും. എന്റെ അമ്മേ, ക്ഷമിക്കണം മുതലാളി, ഞാൻ നിരപരാധിയാണ് മുതലാളി. ഓഹോ, അങ്ങനെയാണല്ലേ. അയ്യോ, നിങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അല്ല പരമാനന്ദൻ നായർ, എന്ത് വൃത്തികേടാണോ വൃത്തികെട്ടവരെ താനീ കാണിച്ചത്? മരുമോന്റെ വിട്ട് വിരുന്നിന് വന്ന അമ്മായിയമ്മ കുളിക്കണ ഒളിഞ്ഞു നോക്കുന്നോ? എടാ മോനെ രമണ, ഓടിയോ മക്കളെ. ടീളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് അവരും കൂടെ അറിയട്ടെ തന്റെ ഈ തൊട്ടിത്തരം. എടോ, ആനയും അമ്പാരിയുള്ള തറവാട്ടി ജനിച്ചവളാ എവള്. എവിടെ മാനം പോയില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. ഇന്ന് വരെ എവള് കുളിക്കുന്ന ഞാൻ പോലും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിനു മുമ്പ് പലരും ഒളിഞ്ഞു നോക്കി പരിചയമുള്ള പെണ്ണാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് അവളുടെ ആദ്യത്തെ അനുഭവമാണ്. എന്റെ ദാമ്പത്യം തകർന്നല്ലോ ദൈവമേ. എല്ലാം കണ്ടോടി. കാറുണ്ട്, ബസ്സുണ്ട്, ഹോട്ടലുണ്ട്. എന്ത് പ്രയോജനം? വിവരമില്ലല്ലോടോ. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ നോക്കിക്കൊണ്ട് നിൽക്കണേ? പൊക്കോ, ഇവിടെ തുണി മാറിക്കോട്ടെ. നീ പോയി തുണി മാറടി. ഇയാള് പോയില്ലേ? ഇനി ഇതും കൂടെ കണ്ടേച്ചേ പോകത്തുള്ളൂ. അങ്ങോട്ടല്ലേ പോയി, ഇങ്ങോട്ട് പോവേ. എന്റെ ഈശ്വര ദൈവമേ, എന്താ സ്വന്തം
സ്വന്തം ചെലവില് ഞാൻ നല്ല വിവരമുള്ള വക്കീലിനെ വെച്ച് വാദിപ്പിച്ചോളാം. എടോ ഉണക്ക വക്കീലേ, ഇത് ഞാനാ NDR. ആറോ? നീതി ദേവത തുണച്ചു. മുതലാളി എന്താ ഈ പാതിരാത്രിയില്? അവിടെ കിടക്കാൻ പറ്റണ്ടേ? വാട്ട് ഹാപ്പൻഡ് മുതലാളി? താൻ അങ്ങോട്ട് ഒന്ന് നോക്ക്, അതിപ്പോ വീടല്ല തൊഴുത്താ. അപ്പൊ വീട് തൊഴുത്തിലോട്ട് മാറ്റിയോ? അതിനുള്ള സൗകര്യം ഉണ്ടോ അവിടെ? അപ്പൊ ഈ തൊഴുത്തിലെ പശുക്കളൊക്കെ പിന്നെ? തൊഴുത്തിലെ പശുക്കളൊക്കെ ഞാൻ തിന്നു. എടോ കഴുതേ, ഈ പോക്ക് പോയാ ഞാൻ താമസിയാതെ തൊഴുത്തിലാകുമെന്നാ പറഞ്ഞു വന്നത്. ആ എടാകൂടത്തിന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തനിക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? അവൾ അടങ്ങിയില്ലേ മുതലാളി? എവിടെ അടങ്ങാൻ, അവൾ അവിടെ മുഴുവൻ കിടന്ന് ഉഴുതു മറിക്കല്ലേ. എന്റെ മോൻ എന്റെ കൈ വിട്ടു പോകുന്ന ലക്ഷണമാണോ വക്കീലെ ഞാൻ കാണുന്നത്? പാറ പോലെ ഉറച്ച മുതലാളി പതറുന്നു. ഇപ്പോഴേ ദേ സെന്റിമെന്റൽ ആയാലേ താമസിയാതെ മെന്റൽ ആവൂേ. മരുമോളെ ഒതുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് വിട്ടേക്ക്. ഈർക്കിലി പോലുള്ള താൻ വിചാരിച്ച അവൾ ഒതുങ്ങോ? ഞാനെന്നല്ല, 500 കിലോ വെയിറ്റ് ഉള്ള ഒരു പുരുഷൻ വിചാരിച്ചാൽ പോലും ഒരു പെണ്ണിനെ ഒതുക്കാൻ പാടാ മുതലാളി. ഒരു പെണ്ണിനെ ഒതുക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടേ പറ്റൂ. അത് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 1-ലോ 301-ലോ കാണത്തില്ല. പക്ഷേ ബുക്ക് ഓഫ് ഫീമെയിൽ സൈക്കോളജിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ അതിന് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടും മുതലാളി. കഴിഞ്ഞ കനേഷുമാരി കണക്കും പ്രകാരം ഒരു പുരുഷന് വേണ്ടി 9 പെണ്ണുങ്ങൾ നോയമ്പ് നോക്കുന്നുണ്ട്. അതിന്നൊരെണ്ണത്തിന് നമ്മൾ രമേശന് വേണ്ടി കണ്ടുപിടിക്കുന്നു. രമേശനോ? യെസ്. അനിയന്റെ ഭാര്യ ചേട്ടന്റെ ഭാര്യയെ ഒതുക്കും. അതൊരു ലോക തത്വമാണ് മുതലാളി. അതിന് രമേശന് കല്യാണപ്രായം ആയടോ കോന്തം വക്കീലെ? ആയി മുതലാളി. മുതലാളി ഒന്ന് കെട്ടിച്ചു നോക്ക്, ഒരാഴ്ചക്കുള്ളിൽ വിവരം അറിയും. തന്റെ ഈ പ്രയോഗം ഏറ്റെന്നാ തോന്നണത്. അവര് തമ്മിൽ ഇപ്പോഴേ ഒരു മുറുമുറുപ്പ് മണക്കുന്നുണ്ട്. ഏക്കാതെ എവിടെ പോവാനോ മുതലാളി? രണ്ടും മല ചേരും. പക്ഷെ രണ്ടും മനസ്സിലായടോ. ഇനി മുതലാളി കയ്യും കെട്ടെങ്കിൽ ഇരുന്നേച്ചാ മതി, അടിച്ചു തീർത്തോളും. ആര്? അവര് തമ്മിൽ. എന്റെ ഈശ്വര, താനിങ്ങനെ വലിയ വലിയ വക്കീലന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നാക്കടുത്ത് എന്തെങ്കിലും പറയടോ. കിട്ടി മുതലാളി, കിട്ടി. ഒരേ സമയം ആ 2 യക്ഷികളെയും ആണിയടിച്ചു തറയ്ക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ഇനി ഒരു കല്യാണത്തെ പറ്റിയാണ് താൻ പറയാൻ പോകുന്നതെങ്കിൽ കെട്ടിക്കാൻ എനിക്കിനി മക്കളില്ല. പക്ഷെ പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരാൾ വേറെ ഉണ്ട്. താൻ കെട്ടിയിട്ട് എനിക്ക് എന്തോ പുണ്യം? എന്റെ കാര്യമല്ല മുതലാളി. ഈ ശരീരവും വെച്ച് ഇനി ഒരു കല്യാണം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല മുതലാളി. അമ്മായി അമ്മ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും മരുമക്കൾക്ക് വാല് മുളച്ചിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാ മുതലാളി. അങ്ങനെയുള്ള പല കേസുകളും കഴിവുള്ള വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. മുതലാളിയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മായി അമ്മയുടെ കുറവാ. അന്തം വിട്ട പ്രതിക്ക് എന്തും ചെയ്യാം മുതലാളി. വലതുകാല് വെച്ച് കേറിക്കോളൂ. ആരതിയില്ലേ? ആ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമക്കളുടെ പേര് പൗർണമിന്നും പഞ്ചമിന്നാന്ന്. ആരതിയല്ല, ദേ ഇത് നോക്കി നിൽക്കാതെ അമ്മ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി മക്കളെ. രമേ, ഈശ്വര, ഇവിടത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. മതി. തീ വേണമെന്നല്ലേ ഉള്ളൂ, ഇത് തന്നെ ധാരാളം. ചേട്ടൻ കയറിയാട്ടെ. ഓ, വലത് കാല് വെച്ച് കയറിയട്ടാ. ഏത്? ദേ ഈ കാല്. ഓ, മെഴുകുതിരിയോളുള്ളെങ്കിലും വക്കീലും എടുക്കണേട്ടോ. ഇതിന് 500 രൂപ കിട്ടില്ലല്ലോ മോനെ. ഒരു 400 രൂപ തരാം. 500 രൂപ തേച്ചാ മുതലാളി. 500 രൂപ തികച്ചു തരണമെങ്കിൽ 500 രൂപയ്ക്കുള്ള സ്വർണം വേണം. ഇതാ അവിടെ ആ കൂനൻ തോമാസിന്റെ കടയുണ്ട്, അവിടെ കൊണ്ടുകൊടുക്ക്. ചെല്ലേ. അനിയൻ എവിടെ പോയി? ഓ, ചേട്ടൻ എവിടെ പോയി? അനിയൻ എവിടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇവിടെ വാ. എന്താ അച്ചിമാരുടെ അകമ്പടി ഒന്നും ഇല്ലാതെ തനിച്ച്? അച്ഛൻ കാണിച്ചത് ഭയങ്കര നാണക്കേടാ. അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും കണ്ടാ? ഞങ്ങള് കല്യാണക്കാരത്തെ കുറിച്ചാ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നീ അതുമ്മ ചാരി നിക്കാണ്ട് നേരെ നിന്നേ.
എന്നാ എന്റെ പൊന്നു മക്കൾ കേട്ടോ, എന്റെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ അമ്മ മരിച്ചു. അതീ പിന്നെ എന്റെ എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ ജീവിച്ചത്. പക്ഷെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ വേണ്ടാതായി. അതുകൊണ്ടാ അച്ഛൻ രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറായത്. വയസ്സുകാലത്ത് എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്നാലും പൗർണമിയുള്ള വീട്ടുകാരോട് എന്ത് പറയും? പഞ്ചമി അതിനേക്കാളും ടെൻഷനില്ല. പൗർണമിയുടെ അച്ഛനേക്കാളും 4 പേര് അറിയുന്നത് പഞ്ചമിയുടെ അച്ഛാ. അമ്മായിയപ്പന്മാരുടെ മഹത്വമൊന്നും ഇവിടെ ആരും വിളമ്പണ്ട. ഇതെന്റെ സ്വന്തം കാര്യ. നിങ്ങളുടെ അച്ചിമാർക്ക് എന്റെ അച്ചിയുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരോട് രണ്ടുപേരോടും പൊക്കോളാൻ പറയൂ. ഇവിടെ ഇടപാടുകാർ വരേണ്ട സമയമായി. ഇവിടെ നിന്ന് തട്ടി കളിക്കൊന്നും വേണ്ട. ആ പോട്ടെ, ഞാൻ എന്റെ കണ്ണടച്ചോർക്കുമ്പോ ഇവിടെ കാണാൻ പാടില്ല. പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആ കാലക്ക് എന്തൊരു ബെസ്റ്റ് കുട്ടികള്. ഞാൻ സിഗരറ്റ് വലിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചേട്ടൻ ഇന്നും ഒരു സിഗരറ്റ് വലിക്കണ്ട. എന്നാ വലിക്കണ്ട. പാല് അയ്യോ, അല്ല ഇതെന്താ ബാധ കയറിയോ? ബാധ കയറിയടാ നിന്റെ തന്തയ്ക്ക്. അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടൻ ഒന്നും തോന്നരുത്. തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം. എനിക്ക് ദേഷ്യവും മനപ്രയാസവും ഒക്കെ വന്നാ പിന്നെ ഞാൻ പിതൃഭാഷയെ ഉപയോഗിക്കും. അതുകൊണ്ട് എന്റെ മക്കളും മരുമക്കളും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുക, എന്നെ കൊണ്ട് തെലുങ്ക് പറയിപ്പിക്കരുത്. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോത്തിനാണ് ആണെന്നും പറഞ്ഞ് മീശയും വെച്ചോണ്ട് ഇങ്ങനെ കേറി പോടാത്ത പെങ്കോന്തന്മാര്. അങ്ങോട്ടോടെ പോ, കേറടുക്കളയിൽ. ഇനി മുതൽ ഇവിടെ ഒരൊറ്റ അടുക്കള മതി, മനസ്സിലായല്ലോ? ആ പോ ചെല്ലേ, പോ, എല്ലാരും പോക്കോ. ചേട്ടാ എങ്ങനുണ്ട്? ഇന്നത്തേക്ക് ഇത് മതി പാർവതി. നിന്റെ സ്വഭാവം അവർക്ക് ശരിക്കും മനസ്സിലായി. ഇതൊരു സൂചന മാത്രം. ആദ്യം ഞാനും ഒന്ന് പേടിച്ചു. ഇനി തെലുങ്ക് പറയുമ്പോ അതിന്റെ അർത്ഥം കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇതിലില്ല. ആണോ? ആ അയ്യോ, ഇതെന്റെ ഹോട്ടലിലെ ബിരിയാണി പോലെ ഉണ്ടല്ലോ. ആ ഞാൻ വരുത്തിച്ചതാ. വെള്ളം. കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും നിങ്ങളാരും എന്താ അത് ചോദിക്കാത്തേന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനായി. വയസ്സായി വരികയല്ലേ, എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച ഒന്ന് സ്വസ്ഥാകാലോ. പിന്നെ പാരമ്പര്യമായി കിട്ടിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. അത് വീരിച്ചു തരുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വീതിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനോട് കൂടി ഒന്ന് ആലോചിക്കണം. ആയിക്കോട്ടെ മോളെ, എങ്ങനെ വീതിക്കുന്നെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്റെ അച്ഛനെ വിളിക്കണോ വേണ്ടോന്ന്. വളരെ നല്ല കാര്യം. ആട്ടെ, പാർവതിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം? കൊടുക്കേണ്ടത് എന്നായാലും കൊടുത്തല്ലേ പറ്റൂ. ഇവരൊക്കെ എന്റെയും കൂടി മക്കളല്ലേ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്കതങ്ങ് നടത്തല്ലേ അച്ഛാ? അച്ഛന്റെ സമ്പാദ്യത്തിലെ എന്റെ അനിയൻ ലക്ഷ്മണനുണ്ട് ഒരു അവകാശം. സന്യാസി കളിച്ച് നടക്കുകയാണെങ്കിലും പിന്നീട് അവൻ അവകാശം പറഞ്ഞു വന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മക്കളെ? ഇല്ലേ പാർവതി? പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ പേരിൽ നാളെ ഈ വീട്ടുമുറ്റത്തിൽ വർത്താനം ഉണ്ടാവരുത്. അതുകൊണ്ട് അവൻ വന്നാൽ നമുക്കിത് ഭാഗം വെക്കാം. എന്തേ? പിന്നെന്താ? വാ. അതെ, അതിന് ചിറ്റപ്പൻ എവിടെ പോയി തപ്പും? അയ്യോ, അത് ചേട്ടൻ അറിയേണ്ട കാര്യമല്ലല്ലോ. ആവശ്യക്കാര് നിങ്ങളല്ലേ. എവിടാ ഉള്ളാന്ന് വെച്ചാ തപ്പിക്കൊണ്ട് വാ. ഓ, ഓം ശാന്തി. ഇതിന് ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു സാരഥി? ആ വിമൻസ് കോളേജിന്റെ മുമ്പിൽ തപ്പിയെടുത്താണ് മുതലാളി. ഇപ്പൊ അവിടെ കിടപ്പ്. ഞാൻ അവർക്ക് സാരോപദേശം നൽകുകയായിരുന്നു മകനെ. അണ്ണന്റെ ആദ്യത്തെ കല്യാണമോ എന്നെ അറിയിച്ചില്ല. രണ്ടാം ഘട്ടെങ്കിലും അറിയിക്കാൻ വളരെ മോശമായി പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞത്. പിന്നെയാണ് നിന്നെ അറിയിക്കുന്നത്. പാർവതി, ആ കൈപ്പെട്ടി എടുത്തോളൂ. ഈ ഭാഗമെപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആഘോഷമായിട്ട് മുങ്ങി കുളിക്കാൻ. നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സ്വാമി ആദ്യമായിട്ട് കാണുകയാണല്ലോ. അല്ല, പക്ഷെ എവിടെ വെച്ച്? ഓ, പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും. ഓ, പത്മനാഭന്റെ തിരുനടയിൽ. അല്ലല്ല, ഞാൻ അവിടെ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. ഇവൻ അങ്ങനെ പല ഭ്രാന്തും പറയും. നീ താക്കോലെടുത്തേ. ഡോക്യുമെന്റ്സ് ഒക്കെ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുതോ മുതലാളി? ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി എന്റെ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ. ഇത് വിരിച്ചു കൊടുക്ക്. പണ്ടൊക്കെ ഓലയില് ആധാരം എഴുതായി കേട്ടിട്ടുണ്ട്. മുതലാളി തുണിയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അല്ല, ഇതൊരു പഴയ മുണ്ടാണല്ലോ മുതലാളി. ആധാരം എഴുതുമ്പോഴെങ്കിലും ഒരു പുതിയ തുണിയിൽ എഴുതരുതോ? അയ്യേ, ഇതൊരു കോടകമാണല്ലോ മുതലാളി. ഇതൊന്ന് വലിച്ചു പിടിച്ചേ, വലിച്ചു പിടിച്ചേ, വലിച്ചു പിടിച്ചേ. അവർ കാണട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. ഇതാണ് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വത്ത്. അല്ല, എന്താ ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞില്ലേ? സ്വാമി ഇവിടുന്ന് തിരിച്ചെഴുന്നള്ളാറായില്ലേ?
എല്ലാ ലൗകിക പ്രലോഭനങ്ങളിൽ നിന്നും വിമുക്തനായി കാഷായം ധരിച്ചു നടന്ന എന്നെ സ്വത്ത് മോഹിപ്പിച്ചു വീണ്ടും പ്രലോഭനങ്ങളിലേക്ക് വലിച്ചഴച്ചത് അണ്ണനാണ്. ഇനി രണ്ടിലൊന്നറിയാതെ ഞാൻ പോവില്ല. ഈ രണ്ടിലൊന്ന് എന്ന് പറഞ്ഞത് നിന്റെ മരണം? ഒരു സന്യാസിക്ക് മരണമില്ല മകനെ, സമാധി എന്നേ പറയൂ. അപ്പൊ ആരെങ്കിലും തല്ലി കൊന്നാലോ മകനെ? അതിനും സമാധി എന്നേ പറയൂ മകനെ. അതിന് സമാധി എന്ന് പറയാ? കള്ളൻ. ഈ പണ്ടാരത്തിന്റെ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? അല്ല, ഇതാരാ? വരുന്ന വിവരത്തിന് ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. പാറു, രമണന്റെ അമ്മായച്ചനൊരു ചായ എടുക്ക്. ചായ തന്നെയല്ലേ കഴിക്കാറ്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടത്തിന്റെ കണക്കൊക്കെ മുടങ്ങാതെ സെയിൽസ് ടാക്സ് അറിയിക്കുന്നുണ്ട്. അത് വേണല്ലോ. എന്നാലും ഒരാണ്ടിൽ എത്ര രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്? ടാക്സിന്റെയും ടാക്സിയുടെയും കണക്ക് ബോധിപ്പിക്കാനല്ലേ ഞാൻ വന്നത്. പരമാനന്ദ നായർ ചൂടിലാണല്ലോ. അതെ, ചൂടിലാണ്. അത് ചിലപ്പോ ഈ ഡ്രസ് ഇട്ടാവും. ഇത് എവിടെ തയ്ച്ചത്? എവിടെയാ തയ്ക്കട്ടെ? എനിക്ക് ചിലത് അറിയാനുണ്ട്. നായർക്ക് എന്താ അറിയണ്ടേ? ഭാഗം ചോദിച്ചപ്പോ കോണാൻ പൊക്കി കാണിച്ച് പിള്ളേരെ അവമാനിച്ചെന്ന് കേട്ടല്ലോ. അത് അവമാനിച്ചതല്ലോ, പിന്നെ സ്നേഹിച്ചതാ. സ്നേഹം കൊണ്ടാ. അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കണ്ടേ? എന്റെ നാക്കി ഉറഞ്ഞു വരുന്നു. അപ്പൊ ചൊറിഞ്ഞിട്ട് സംസാരിച്ചാ മതി. എനിക്ക് ധൃതിയില്ലേ, നായർക്ക് ധൃതിയുണ്ടാ? വിളയരുത്. മര്യാദയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആദ്യം താൻ തന്റെ മോൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക്. എന്റെ തുണിക്കട ഞാൻ അന്നേ അവിടെ പേർക്ക് എഴുതി വെച്ചതല്ലേ. താൻ തന്റെ മോൾക്ക് ജെട്ടിയും ബനിയനും കൊടുത്തു, ഞാൻ കോണവും കൊടുത്തു. എന്റെ ചട്ടിയും ബനിയനോ? ജെ ജെ ജെട്ടി അല്ല, അതങ്ങ് മദ്രാസില്. ഇത് ഫുട്പാത്ത് ചെട്ടി. തന്റെ ജൗളിയുടെ ചരിത്രമൊക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞതാ. മോനെ രമണ, അച്ഛയും കുട്ടി ഇങ്ങോട്ട് വാ. അച്ഛനെ മോൻ മണ്ടം കളിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? എന്റെ ബസ്സിൽ സ്ഥിരമായിട്ട് കേറിയിരുന്ന ഇവളെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചൂന്നേ ഉള്ളൂ. എടോ പരമനാരി എന്നെ വിളിക്കാനോടോ ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണുപൊട്ടുന്ന കള്ളത്തരം പറഞ്ഞ് മകളെ കെട്ടിച്ചയച്ച് തന്തയെ നാറി പിന്നെ എന്തോടോ വിളിക്കാ? തനിക്ക് വേറെ എന്തെങ്കിലും കുറ്റപ്പേരുണ്ടോ? എനിക്ക് വിളിക്കാൻ കൊതിയായിട്ടാ. ഇങ്ങനെ ശബ്ദം ഉയർത്തി ചേട്ടന് വല്ലതും പറ്റിയ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ ചെറ്റകൾക്ക് വേണ്ടി എന്തിനായിട്ടാ ഇങ്ങനെ വായിട്ടലയ്ക്കുന്നേ? നോക്കി നിൽക്കാതെ ഇറങ്ങി പോടെ ചെട്ടി. മോളെ ജട്ടി വിറ്റതിന് കെട്ടി. ഇനി ഇവിടെ ഒരു അമ്മായിയമ്മയുടെ ആവശ്യമുണ്ടോ വക്കീലെ? ഇല്ല മുതലാളി. അപ്പൊ ഇനി അവളെ പറഞ്ഞുവിടാലോ? പറഞ്ഞുവിടാം. പക്ഷെ പൊയ്ക്കഴിഞ്ഞാ മക്കളും മരുമക്കളും വീണ്ടും വാല് പൊക്കിയാലോ? അതിന് ഈ കളി അവരൊരിക്കലും അറിയാതെ എന്നാ പോരെ. പാർവതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് പാർവതി വീട്ടിൽ പോകുന്നു. എത്ര മാരക രോഗമായാലും ഒരിക്കൽ തിരിച്ചു വരേണ്ടതല്ലേ മുതലാളി? അതിനും വഴിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കണ്ടോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാ പോരെ? അതെന്റെ മണ്ടന്മാരായിട്ടുള്ള മക്കൾ വിശ്വസിക്കും. അവര് ചിറ്റമ്മയെ കാണണോ നിർബന്ധം പിടിച്ചാലോ? അമ്മയെ നോക്കി നോക്കി ആ രോഗം ഇവൾക്കും പകർന്ന് ഇവളും മരിച്ചു എന്നാണ് പറയണം. അതൊക്കെ പോട്ടെ. ഈ കാര്യം ചോദിച്ചാൽ തനിക്ക് വിഷമം തോന്നുന്നു? മുതലാളി ചോദിച്ചോ? തനിക്ക് LLB എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ടാ? ഈ എല്ല് പോലെ ഇരിക്കണം എനിക്ക്. LLB അല്ലാതെ പിന്നെ IPS കിട്ടോ? ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് നീ അഭിനയിച്ചു. എനിക്ക് സന്തോഷായി. നമ്മൾ തമ്മിൽ എത്രയാ പറഞ്ഞുറപ്പിച്ചിരുന്നത്? 10,000 മുതലാളി. നീ എനിക്ക് ചെയ്ത ഉപകാരം വളരെ വളരെ വലുതാണ്. അതിന്റെ സന്തോഷത്തിന് ദാ ഒരു 10,000 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്. 10,000 രൂപ? അയ്യോ പാർവതി, 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 ഒന്ന് പിടിച്ചു കുലുക്കടോ. മുതലാളിയുടെ മുമ്പ് എങ്ങനെ ഭാര്യയെ കുലുക്കുന്നു? കുലുക്കടോ. പാർവതി, 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 പാർവതി. അയ്യോ തട്ടിപ്പോയോ? എന്റെ വക്കീലെ, എനിക്കൊരു മനസമാധാനമില്ല. എനിക്കും അതില്ല. പക്ഷെ എന്റെ മുഖത്തത് കാണുന്നില്ലെന്നേ ഉള്ളൂ. തട്ടി അങ്ങാനും പോയാ വകുപ്പ് വേറെയാ. എന്റെ ഈശ്വര. ആരാ രാമൻ നായർ? ഞാനാ. പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്. മുതലാളി, 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 മുതലാളിക്കും ഗർഭോ? ഇനി അവൾ ഈ പടിയിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതെങ്ങനാ? ഒരു ലക്ഷപ്രഭുവിന്റെ ഗർഭമാണ് അവൾക്ക് തുള്ളിയിൽ കിട്ടിയിരിക്കുന്നത്. അതാരെങ്കിലും വേണ്ടാന്ന് നോക്കോ? അവളുടെ കാര്യം പോട്ടെ, അത് എനിക്കാണെങ്കിൽ തന്നെ ഞാനത് വേണ്ടാന്ന് നോക്കോ? ഒറ്റ തൊഴിൽ വെച്ചിട്ടുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എടോ വക്കീലെ, ഇത് എന്റെ അല്ല. അത് മുതലാളി പറയരുത്. അത്രയ്ക്ക് മണ്ടനല്ല പുഷ്പാങ്കതൻ. ഉണങ്ങിയിരിക്കുകയാണെങ്കിലും ഞാനും ഒരു വക്കീല. മുതലാളി വിശ്വസിച്ചാൽ ഞാൻ ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നത്.
മുതലാളി ആത്മസംയമനം കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. എടോ ഉണക്ക വക്കീലേ, എന്റെ ആത്മസംയമനം കൈവിട്ടു പോയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവളെ ഒരു പെങ്ങളായിട്ട് കരുതിയിട്ടുള്ളൂ. ഒന്ന് ചുമ്മാതിരി മുതലാളി, ഇത് ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുള്ളതാ. അബദ്ധം പറ്റി കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയാറുള്ളത്. ഒരു പുരുഷനും ഒരു അന്യ സ്ത്രീയെ സ്വന്തം പെങ്ങളായിട്ട് കാണാൻ കഴിയില്ല. ഇതൊരു ലോക തത്വമാ. എന്നാ പെങ്ങളായിട്ടല്ല, ഞാൻ ഭാര്യയായിട്ടാണ് കരുതി വെച്ചോ. കം ടു ദ പോയിന്റ്. എന്നാലും ഇത് സംഭവിക്കില്ല. അതെന്താ? ഞാൻ മച്ചിയാടോ മച്ചി. മൂത്തവന് 10ാം ക്ലാസ്സിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോ ഞാൻ അതവിടെ ചെയ്തടോ. ഓ, അപ്പൊ അതും കഴിഞ്ഞു. മുതലാളി ഒരു വികലാംഗനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗർഭം ആരുടേതാ മുതലാളി? അതവള് ചോദിച്ചിട്ട് പറയണില്ലല്ലോ. തള്ളയെ വിളിക്കാൻ സാരഥി അയച്ചിട്ടുണ്ടല്ലോ. തള്ളയെങ്കിൽ വരട്ടെ, രണ്ടിലൊന്നും അറിയാം. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സമാധാനക്കേട് ഉണ്ടായിട്ടില്ല. എനിക്ക് തന്നെ എന്റെ ആള്. എന്റെ മോളെ പഠിപ്പിച്ചൊരു മൂലയിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഉലാത്തുവാണ് അല്ലേ? അവള് പറഞ്ഞോ മുതലാളിയെ പഠിപ്പിച്ചതെന്ന്? തെലുങ്കിലാണ് പറഞ്ഞെങ്കിലും അവളുടെ മുഖഭാവത്തിൽ എനിക്ക് മനസ്സിലായി ഇയാള് തന്നെ അവളെ ചതിച്ചത്. അപ്പൊ ചേച്ചിക്കും തെലുങ്ക് അറിയത്തില്ലേ? അതെങ്ങനെയാ? 8 വർഷം ഒരു തെലുങ്കിന്റെ കൂടെ താമസിച്ചിട്ടും എനിക്കത് പറ്റിയിട്ടില്ല. ആ 8 വർഷത്തിന്റെ 4 തവണയല്ലേ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. എന്നാ പിന്നെ തെലുങ്ക് അറിയാവുന്ന ആരെങ്കിലും ഒരാളെ വിളിച്ച് ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എന്റെ വക്കീലെ. അങ്ങനെ ആരെയും വിളിക്കുകയും വരുത്തുവൊന്നും വേണ്ട. നിങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. എടോ യൂത്തിലി, താൻ എന്റെ വീട്ടിൽ വന്ന് അട്ടിപ്പേര് കടന്ന് ചെല്ലടോ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. വേറെ ഒരു അപകടം ഉണ്ടാകത്തില്ലെന്ന് താൻ വാക്ക് വന്നല്ലടോ. ഇവിടെ ഉള്ളവർക്ക് എന്നെ പോലെ വികാരം നിയന്ത്രിക്കാൻ കഴിവില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഓ, എന്റെ പെങ്ങളെ ബോധമുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല, അത് ഉറപ്പാ. അപ്പൊ നിങ്ങൾ വെണ്ണോടിക്കും അല്ലേ? എന്റെ ദൈവമേ. അച്ഛാ, 4 ആൾ അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്ക്. അതിനിവിടെ എന്ത് സംഭവിച്ചു? ഇതെന്റെ സ്വന്തം കാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞങ്ങൾക്കും പുറത്തിറങ്ങി കിടക്കണ്ട അച്ഛാ. ശാന്തി ശാന്തി അണ്ണാ, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എന്തെങ്കിലും സംതിങ് കൊടുത്ത് ഒതുക്കി വിട്. സാധാരണ ചെയ്യാറുള്ളത് പോലെയോ? അതെ. ഓഹോ, അപ്പൊ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിതല്ലേ? പെങ്ങളെ ഒരു മിനിറ്റ് ഒറ്റടി വെച്ചെന്നാണ്ടല്ലോ. നീയൊക്കെ മര്യാദക്ക് ഇരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നില്ല. അകത്ത് പോകാം. ഇതിനുള്ള പോകുമ്പോഴും ഞാൻ തന്നെ കണ്ടോളാം. അതിനൊരു ഒറ്റ പോവഴിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുടങ്ങോട്ട്. ഒരു താലി മേടിച്ച് നിങ്ങൾ അവിടെ കളിച്ചോട്ടം കെട്ടിയാ ഇപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. നിന്നെ ഞാനൊന്ന് ഞെക്കിക്കൊന്നോട്ടെ. അല്ലെങ്കിൽ വേണ്ട. താലി കെട്ടാനോ ഈ ഞാനോ? പിന്നെ ഞാനോ? എനിക്ക് സൗകര്യമില്ല. കെട്ടിയില്ലെങ്കിലേ എന്റെ മോൻ ഇമ്പിച്ചിങ് എത്തും. അവൻ വന്നാ പിന്നെ ഇവിടെ എന്താ നടക്കാൻ ദൈവത്തിന് പോലും അറിയില്ല. ആരാ ഇമ്പിച്ചി? അങ്ങനെ ഒരു പെശക ആങ്ങളൊക്കെണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്താ അറിയാത്തത്? നീയല്ലേ പുതിയ ചിറ്റമ്മയെ തലവാക്കി കൊടുത്തത്? എന്നാ ആര് പറഞ്ഞു? ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വക്കീലേ, ഇമ്പിച്ചി ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും സമയമില്ലല്ലോ. എന്റെ ഈശ്വര, എപ്പോ നടത്താം അത് പറ. എന്തോന്ന് കല്യാണം? ഇത്രയും നാൾ ഇവിടെ നിന്നതിന്റെ പേരിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വിരോധമില്ല. പക്ഷെ ചെറുക്കനെവിടെ? ചെറുക്കൻ ദേ. അതിന് ചെറുക്കനല്ലല്ലോ, മുതുക്കനല്ലേ. അതിന് വെട്ടും കുത്തുമാണ് തൊഴിലെങ്കിലും ഞാനും ഇച്ചിരി അന്തസ്സുള്ളവനാ. ഒരു പോലീസുകാരനുമായിട്ട് അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചതാ. പിഴച്ച പെങ്ങളെ ചുമക്കാൻ ഇനി ഇമ്പിച്ചേ കിട്ടില്ല. അവളും തള്ളയും ഇനി ഇവിടെ നിൽക്കും. പോക്രിയാണെങ്കിലും ഒരാങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് എനിക്കറിയാം. മൊത്തം സ്വത്തിന്റെ 2/1 അവിടെയും കൊച്ചിന്റെയും പേരിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ കല്യാണം. വക്കീലിനെ രജിസ്ട്രാറേയും കൂട്ടി ഞാൻ വരും. ഒരുങ്ങി നിന്നോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. വക്കീലിനെ ജയിസാറും കൂട്ടിയിടേണ്ട കാര്യം എന്താ? ജയിസാറ് മാത്രം പോരെ, വക്കീൽ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഞാനൊന്ന് കൊല്ലുന്നു. എന്നെ എന്തിനാ എല്ലാരും പൊക്കി പൊക്കി എറിയണേ? അത് അറിഞ്ഞിട്ട് എന്റെ കാര്യം. എന്താ? എനിക്ക് മോളോട് തനിച്ചൊന്ന് സംസാരിക്കണം എന്നുണ്ട്. വിഷമൊന്നുമില്ലല്ലോ? അവിടവും കഴിഞ്ഞ അപ്പുറവും കഴിഞ്ഞു. ഇനി എന്താ വിഷമം? ഇങ്ങനെ ഒരു ഉപദ്രവമായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു 2ാം കെട്ടിന് വിധിയുണ്ടെന്ന് ഗോവിന്ദനാശാൻ ജാതകത്തിൽ എഴുതിയപ്പോ അതിങ്ങനെ ഒരു മാരണമായി തീരുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ആങ്ങള എന്നെ കൊണ്ട് കെട്ടിച്ചു പറഞ്ഞു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടണില്ല. നിനക്ക് ఓర్మయుండెంగి പറ. ఆద్య రాత్రి లైట్ పోయిపో ఎంతేం సంభవించో? నన్ను వదిలేండి, ఏమి అడగండి. ఒక అమ్మాయి ఎలా చెప్పేది? స్త్రీగా పుట్టిందే, ఇదంతా సహించాలి. ఒక గర్భసీని ఇక్కడ హింస పెట్టకండి. തെലുങ്കിൽ കരയാതെ നീ മലയാളത്തിൽ കരയടി. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം. പിടിച്ചുപറിക്കാരും പന്നിമലത്തുകാരുമായിരുന്നു എന്റെ സഹപാഠികൾ.
പൂജപ്പുര സെൻട്രൽ ജയിലും വിയൂർ സെൻട്രൽ ജയിലും എനിക്കെന്റെ സ്വന്തം തറവാട് പോലെയായിരുന്നു. കയ്യാമം പൂമാലയായി കൊണ്ടു നടന്ന നാളുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു. നിന്നെപ്പോലൊരു ഭദ്രകാളിയെ വെട്ടിനുറുക്കി ഞാൻ വീണ്ടും ജയിലിൽ പോണോ? പറയടി, എടി, പറയാൻ. ഒച്ചുണ്ടാക്കല്ലേ. വേണമെങ്കിൽ ഞാൻ നിന്റെ കാലി പിടിക്കാം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ആ പെരട്ട വക്കീൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. എന്നാലെങ്കിലും നീ സത്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ പോട്ടെ, സത്യം പോട്ടെ. അന്ന് ലൈറ്റ് പോയിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, കുഴപ്പമില്ല. നിർബന്ധ എന്താ? പെണ്ണുങ്ങളല്ലേ, നിർബന്ധ എന്താ കുഴപ്പം? കേട്ടല്ലോ. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇത് മറ്റവളോടും ഒന്ന് പറഞ്ഞേക്ക്. നമസ്കാരം, പരമാനന്ദ നായരാണ്. എനിക്കൊന്നുമില്ലേ, പിച്ചക്കാരൻ, എരപ്പാളി. എന്റെ രാമൻ നായർ മുതലാളിക്ക് എല്ലാം ഉണ്ട്. വലിയ ബംഗ്ലാവ്, കാറ്, ബസ്, ഹോട്ടല്, ബ്ലേഡ് കമ്പനി, ഇപ്പതേ ഒരു തെലുങ്ക് ഗർഭവും. ദൈവം ഉണ്ടടോ നക്കിയ നായരെ. അന്ന് താൻ എന്നെ ഇവിടെ നാട്ടി ഇറക്കി. ഇന്ന് തന്നെ ആട്ടാൻ ദൈവം എനിക്കൊരു ഗർഭം തന്നു. ആനന്ദടോ കുരിശി തറച്ച വാരി നിൽക്കുന്നത്. തന്റെ കാറ്റ് പോയോ? തന്റെ കാറ്റ് കളയാൻ വേണ്ടി ചന്ദ്രമുഖിലെ ഒരു ചാരായ ഷാപ്പ് മുഴുവൻ കയറ്റി വെച്ചാ വന്നത്. ആരായാലും അത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കണടാ കഞ്ഞി. ജട്ടിയും ബിരിയാണിയും വിറ്റ് നടന്നാൽ എന്താടാ? ഗുണ്ടകൾ പിടിച്ച് കെട്ടിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ലടാ എന്റെ രാവണ നായരെ. കല്യാണ സമയത്ത് മഞ്ഞപ്പത്രക്കാരെയും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. എന്റെ ആളെന്ന തെണ്ടിയെ ഗുണ്ടകളെ പിടിച്ച് കുണ്ടൂരുകാരി പാർവതിയെ കൊണ്ട് കെട്ടിക്കുന്ന പടം പത്രത്തിന്റെ മുൻവശത്ത് ഞാൻ എന്റെ സ്വന്തം ചെലവിൽ അടുപ്പിക്കും. ഇനിയിപ്പൊ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ലടോ നായരെ. 4 പേരടുത്ത് പറഞ്ഞു തന്നെ നാറ്റിക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ലടോ നായർ നാറി നക്കി. മോളെ, നിനക്കിനി സ്വൈരമായിട്ട് ഇവിടെ കഴിയാം. അവനിനി ഛർദിക്കില്ല. അവന്റെ നാക്കിയാൻ ഇത് അടുക്കള കൊണ്ടുവെക്കേ, ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി.